നാരായണ നാരായണ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാമേകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തജേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. ഓം ശ്രീ ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. ഉമാകോമളഹസ്താബ്ജസംഭാവിതലലാടകം ഹിരണ്യകുണ്ടലം വന്ദേ കുമാരം പുഷ്കരസ്രജം. ഓം വെട്രിവേൽ മുരുകനുക്ക് ഹരഹരോഹര. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സായങ്കാലേ വനാന്തേ കുസുമിത സമയേ സൈകതേ ചന്ദ്രികായാം ത്രൈലോക്യാകർഷണാംഗം സുരവരഗണികാമോഹനാപാംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവൈഃ നവരസഭരിതൈഃ ഗോപകന്യാസഹസ്രൈഃ വന്ദേഹം രാസകേളീരതമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസത്കുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസദുദരം കാഞ്ചനഛായചേലം
ചാരുസ്നിഗ്ധോരുമംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഗപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭി പൂജാ പരപുരുഷ തദൈകാദശീ നാമവർണാഃ. ഏതാന്യഷ്ടാപ്യയത്നാന്യൈകലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. എല്ലാവരും വീടുകളിൽ ഉള്ള ദിവസമാണ്. ഇപ്പോൾ പണികൾ കൂടും എങ്കിലും നമുക്ക് നമ്മുടെ ക്ലാസ് ഒഴിവാക്കാൻ നിവൃത്തിയില്ല. പരമാവധി നമുക്ക് ഒഴിവില്ലാതെ നോക്കാം. എന്ത് ചെയ്യാൻ പറ്റും? FBയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി നേരിടുക. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ഇവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പബ്ലിക്കായിട്ടുള്ള പോസ്റ്റുകളാണ്. സോ എനിബഡി ക്യാൻ ആക്സസ്. നോട്ടിഫിക്കേഷൻ അയക്കുക എന്നുള്ളത് ഫ്രണ്ട്സിലേക്കൊക്കെ നോട്ടിഫിക്കേഷൻ പോകേണ്ടതാണ്. അറിയില്ല എന്തൊക്കെയാണ് അതിൻ്റെ നൂലാമാലകളെന്ന്. എന്തായാലും എല്ലാവരും ക്ഷമയോടുകൂടി എത്തിച്ചേരുക. നമുക്ക് നമ്മുടെ നാരായണീയ പഠനം തുടരാം.
നാരായണ നാരായണ. ഗുരുവായൂരപ്പ. ഇപ്പം നമ്മൾ 3 ദശകങ്ങൾ പൂർത്തീകരിച്ചു. ഒരുവിധം നന്നായിട്ട് തന്നെ 3 ദശകങ്ങളും നമ്മൾ ഓരോ ശ്ലോകങ്ങളും കണ്ടു. എന്തായാലും 3-ാമത്തെ ദശകത്തിൽ തൻ്റെ രോഗം മാറ്റിത്തരാനുള്ള പ്രാർത്ഥന വളരെ തീവ്രമായി നടത്തി. അതോടൊപ്പം ഭക്തി തന്ന് അനുഗ്രഹിക്കണം എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. ആ ഭക്തി പ്രാർത്ഥന തന്നെയായിരുന്നു അതിലെ മുഖ്യ വിഷയം. അപ്പോൾ തനിക്ക് ഭക്തി ഉണ്ടാവുന്നതിന് തടസ്സമായി നിൽക്കുന്നത് തൻ്റെ രോഗമാണ്. അപ്പോൾ ആ രോഗം മാറ്റിയാലേ തൻ്റെ ഭക്തി ഉറയ്ക്കുള്ളൂ. തൻ്റെ ദേഹത്തിലുള്ളതായിട്ടുള്ള ഈ ഒരു അസ്വസ്ഥത തന്നെ ആ ദേഹബോധത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. മനസ്സ് ഭഗവാനിലേക്ക് ഉറയ്ക്കാൻ, ഭഗവാന്റെ കഥകൾ കേൾക്കാനോ ഭഗവാനെ കീർത്തിക്കാനോ ഭഗവാനെ സേവിക്കാനോ ഒക്കെ തടസ്സമായിട്ട് തൻ്റെ ദേഹാസ്വാസ്ഥ്യം, തൻ്റെ വാതരോഗം തന്നെ പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് ആ വാതരോഗം നീക്കി ഭഗവാനിലുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തി തന്ന് അനുഗ്രഹിക്കാനാണ് പ്രാർത്ഥന. ആ ഭക്തി ഉണ്ടെങ്കിൽ മുക്തി കരതലാമലകം പോലെ കൂടെ വരും. ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ മുക്തിക്ക് വേണ്ടി പ്രത്യേകം പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. ആ ഭക്തി തന്നെ നമ്മെ മുക്തിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഭാഗവത ന്യായം, ഭാഗവതത്തിലുള്ളതായിട്ടുള്ള സിദ്ധാന്തം. അതുതന്നെയാണ് ഇവിടെ മേൽപ്പത്തൂരും അവതരിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം എങ്ങനെയാണോ ശാപഗ്രസ്തനായിട്ടുള്ള 3 ദശകം മിസ്സായവർക്ക് മുമ്പിൽ ഫോളോ ചെയ്യാൻ പറ്റും. റെക്കോർഡഡായിട്ട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലും ഉണ്ട്. മിസ് ചെയ്യാതെ കാണുക. മൊത്തം 9, 10, 11 എപ്പിസോഡുകൾ. അതാണ് 3 ദശകം. അപ്പോൾ 11 എപ്പിസോഡുകൾ മെനക്കെട്ട് കാണുക. അപ്പം മിസ് ചെയ്യില്ല. ഇനി മുതൽ ലൈവായിട്ടും കാണുക. അപ്പോൾ പരീക്ഷിത്ത് രാജാവ് ശാപഗ്രസ്തനായപ്പോൾ എങ്ങനെയാണോ എല്ലാറ്റിലും വിരക്തി വന്ന് എല്ലാം ഉപേക്ഷിച്ച് രാജ്യഭാരമെല്ലാം മകനായ ജനമേജയനെ ഏൽപ്പിച്ച് ഹരിദ്വാരത്തിൽ ഗംഗാതീരത്ത് വന്ന് ദർഭ വിരിച്ച് പ്രായോപവേശം എന്നുള്ളതായിട്ടുള്ള വ്രതത്തോടുകൂടി ഭഗവത് ഭജനം ചെയ്തുകൊണ്ടിരിക്കാൻ തീരുമാനിച്ചത്. ആ സന്ദർഭത്തിലാണ് അവിടെ ഋഷീശ്വരന്മാരൊക്കെ എത്തിച്ചേർന്നതും. അവരോട് ഇദ്ദേഹം ചോദിക്കുന്നു, മരണമാസന്നനായിട്ടുള്ള ഒരാൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അതിന് ഓരോരുത്തരും പലതും പറയുന്ന കൂട്ടത്തിൽ ഒരു തീരുമാനമാവാതിരിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ ശുഖബ്രഹ്മർഷി വരുന്നത്. ആ ശുഖബ്രഹ്മർഷിയാണ് ഭഗവാനിൽ മനസ്സുറപ്പിക്കാനായിക്കൊണ്ട് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഭാഗവതത്തിലേക്ക് ഇനി മേൽപ്പത്തൂരും പ്രവേശിക്കുകയാണ്. അപ്പോൾ മേൽപ്പത്തൂരും ആ പ്രായോപവേശം ചെയ്ത പരീക്ഷിത്ത് രാജാവിനെ പോലെ സ്വയം ഒരു വ്രതത്തോടുകൂടെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഞാനിനി അധികമൊന്നും പറയുന്നില്ല. ഐ ഹാവ് ഡിസൈഡഡ് ഐ എം നോട്ട് ഗോയിങ് ബാക്ക് എന്ന് ഉറപ്പിച്ച് പറയണം. ഞാൻ ഇനി പോവാൻ വന്നതല്ല. എത്ര കാലത്തോളം ഇവിടെ ഇരുന്നാലും എനിക്ക് അങ്ങയുടെ കരുണ ഉണ്ടായി എൻ്റെ രോഗം മാറി അങ്ങയുടെ അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി ഉറയ്ക്കുന്നുവോ അതുവരേക്ക് എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ പ്രലാപങ്ങൾ, അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിലവിളിയൊക്കെ നിർത്തിക്കൊണ്ട് ഞാൻ മുമ്പിൽ കാണുന്നതായിട്ടുള്ള അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ഹൃദയത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് എൻ്റെ ദിവസങ്ങളെ നയിക്കും. എങ്ങനെ? എൻ്റെ ശക്തിക്കനുസരിച്ച് ഞാൻ അങ്ങയുടെ നമസ്കാരവും സ്തുതിയും സേവയും ചെയ്തുകൊണ്ട് ഇത് വ്യക്തം, നിശ്ചയം എന്ന് പറഞ്ഞ് 10ാമത്തെ ശ്ലോകത്തിൽ കഴിഞ്ഞ ദശകത്തിൽ 3ാം ദശകത്തിൽ ഓർപ്പിച്ചു പറഞ്ഞു. കിമുക്തൈർഭൂയോഭിഃ തവ ഹി കരുണായാവദുദിയാത് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ പുരക്ലുപ്തേ പാദേ വരദ
തവ നേഷ്യാമി ദിവസാൻ യഥാശക്തിവ്യക്തം നതി നിഷേവാ വിരചയൻ എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. 3-ാം ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും അദ്ദേഹം നിശ്ചയിച്ചു. ഇതാ 4-ാം ദിവസം അദ്ദേഹം ഭഗവാന്റെ മുമ്പിലേക്ക് വന്നു. 4-ാമത്തെ ദശകം അദ്ദേഹം ആരംഭിക്കുകയാണ് ഭഗവാനോട് പ്രാർത്ഥനാപൂർവം. ഭഗവാനെ, എൻ്റെ രോഗപീഠ ശമിച്ചിട്ടില്ല. ഇന്നലത്തെ അതേ വേദന എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, ക്ലേശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങയെ ഭജിക്കുവാൻ അതിന് മാത്രമുള്ളതായിട്ടുള്ള ആരോഗ്യം തന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനാപൂർവം അദ്ദേഹം 4-ാം ദശകം ആരംഭിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം 2യ സ്കന്ധ ആരംഭത്തിലെ 2 അധ്യായങ്ങൾ, 1-2 അധ്യായങ്ങളിൽ സുഖബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിച്ച അഷ്ടാംഗ യോഗവും വിരാട് പുരുഷ ധ്യാനവും അതുപോലെയുള്ളതായിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണ്. അതിനെ സംഗ്രഹിച്ച് ഇവിടെ മേൽപ്പത്തൂർ തൻ്റെ ഭാഷയിൽ ലളിതമാക്കി അങ്ങോട്ട് അവതരിപ്പിക്കുന്നതാണ് ഈ 4-ാം ദശകം. ഈ 4-ാം ദശകത്തെ ദശകം എന്ന് പറയാൻ പറ്റില്ല, പഞ്ചദശകം എന്ന് പറയേണ്ടി വരും അല്ലേ? എന്താ 15 ശ്ലോകമുണ്ട് എന്നർത്ഥം. അപ്പോൾ 15 ശ്ലോകം അതിമനോഹരമായിട്ടുള്ളൊരു വൃത്തമാണ്. രഥോദ്ധത എന്ന് പറയുന്നതായിട്ടുള്ള എന്താ പറയുക, കുതിരക്കുളമ്പ് അടിച്ച് രഥം മുന്നോട്ട് പോകുന്ന ആ ഒരു വൃത്തത്തിലാണ്, രഥോദ്ധത എന്നുള്ളതായിട്ടുള്ള വൃത്തത്തിലാണ് ഈ ശ്ലോകങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത്. 15 ശ്ലോകങ്ങൾ. വേണമെങ്കിൽ വളരെ വേഗം കുതിരപ്പന്തയം പോലെ അല്ലെങ്കിൽ കുതിരകൾ രഥത്തെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ ചൊല്ലാവുന്നതാണ്. നമുക്ക് ആസ്വദിച്ച് ചൊല്ലാം. ആദ്യം ആസ്വദിച്ച് പതുക്കെ ചൊല്ലി ശീലിക്കുക. പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ വേഗത്തിലും ചൊല്ലാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം 15 ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. ദശകം 4 അഷ്ടാംഗയോഗം, അതിനുള്ള ഉപായങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് വർണ്ണിക്കുന്നത്. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. കല്യതാം മമ കുരുഷ്വതാവതീം കല്യത്തെ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം ബ്രഹ്മചര്യദൃഢതാദിഭിർയമൈഃ ആപ്ലവാദിനിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാഃ താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദദാപഹൃത്യാസ്മഹേ ഭവദുപാസനോന്മുഖാഃ അസ്ഫുടേവ ഭുഷിതേ പ്രയത്നതോ ധാരയേമദിഷണാം മുഹുർമുഹുഃ തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രിചിന്തകാഃ വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുഃസുചിരശീലനാവശാദ് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ ധ്യായതാം സകളമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേവ ഭാസത്തെ തൽസമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിം അയി വിശ്വനായക ആശ്രിതാ പുനരദ പരിച്യുതൗ ആരഭേമഹി ച ധാരണാദികം ഇത്തമഭ്യസന നിർഭരോല്ലസത് ത്വത്പരാത്മസുഖകൽപിതോത്സവാഃ മുക്തഭക്തകുലമൗലിതാം ഗതാഃ സഞ്ചരേമ ശുകനാരദാദിവത്
त्वल्समाधिविजये तु यः पुनः मङ्क्षुमोक्षरसिकक्रमेण वा योगवश्यमनिलं षडाश्रयैः उन्नयत्यज सुषुम्नयाशनैः लिङ्गदेहमपि सन्त्यजन्नधो लीयते त्वयि परे निराग्रहः ऊर्ध्वलोककुतुकीतुमूर्धतः सार्धमेव करणैर्निरीयते अग्निवासरवलर्क्षपक्षगैः उत्तरायणजुषा च दैवतैः प्रापितो रविपदं भवल्परो मोदवान् ध्रुवपदान्दमीयते आस्थितोदमहरालये यदा शेषवक्त्रदहनोष्मणार्द्यते ईयते भवदुपाश्रयस्तदा वेदसपदमतः पुरैव वा तत्र वा तव पदेदवा वसन् प्राकृतप्रलय एति मुक्ततां स्वेच्छया खलु पुरा विमुच्यते संविभिद्य जगदण्डमोजसां तस्य चक्षितिपयो महोनिल द्योमहत् प्रकृति सप्तकावृतिः तत्तदात्मकतया विशन् सुखी यादिते पदमनावृतं विभो अर्चिरादिगतिमीदृशीं व्रजन् विच्युतिं न भजते जगल्पते सच्चिदात्मक भवद्गुणोदयान् उच्चरन्दमनिलेश पाहि मां सच्चिदात्मक भवद्गुणोदयान् उच्चरन्दमनिलेश पाहि मां सच्चिदात्मक भवद्गुणोदयान् उच्चरन्दमनिलेश पाहि मां सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द नारायणाखिल गुरो भगवन् नमस्ते ഗുരുവായൂരപ്പാ ശരണം ഗുരുവായൂരപ്പാ ശരണം ഗുരുവായൂരപ്പാ ശരണം ശ്രീഹരയേ നമഃ നാരായണ അപ്പോൾ എങ്ങനെയാണ് ഈ 4-ാം ദശകം രഥോദ്ധത വൃത്തം ചൊല്ലേണ്ടത് എന്ന് നാരായണീയം അധികം കേട്ട് പരിചയമില്ലാത്ത ആളുകൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? സ്ഥിരമായിട്ട് നാരായണീയ പാരായണ സമിതികളിലൊക്കെ പോകുന്നവർക്ക് ഇതൊക്കെ പരിചിതമാണ്. അപ്പോൾ അത് വ്യക്തമാക്കുക, പദം പിരിക്കുന്നതും അതിൻ്റെ ഉച്ചാരണവുമൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കേട്ട് വ്യക്തമാക്കുക. പുതിയ ആളുകൾ കേട്ട് കേട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. മേൽപ്പത്തൂര് 4-ാം ദിവസം 4-ാം ദശകം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കല്യതാം മമ കുരുഷ്വ താവതീം കല്യത്തെ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. കല്യതാം മമ കുരുഷ്വ താവതീം കല്യത്തെ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ഗുരുവായൂരപ്പാ ശരണം. അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥനാപൂർവം ആരംഭിക്കുകയാണ്. എന്താ പ്രാർത്ഥന? മമ കുരുഷ്വ. കുരുഷ്വ എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിയ. ത്വം കുരുഷ്വ, നീ ചെയ്താലും എന്നാണ് ഇവിടുത്തെ. കുരുഷ്വ എന്ന് പറഞ്ഞാൽ അവിടെ കർത്താവ് ത്വം ആണ്. ത്വം എന്ന് പറഞ്ഞില്ലെങ്കിലും അണ്ടർസ്റ്റുഡാണ്.
ആര് ചെയ്യണം? ത്വം കുരുഷ്വ. മധ്യമപുരുഷൻ ഏകവചനമാണ് ഇവിടെ. അപ്പോൾ അവിടെ കുരുഷ്വ എന്ന് പറഞ്ഞാൽ ചെയ്താലും, ആര് ചെയ്താലും, ത്വം കുരുഷ, അങ്ങ് ചെയ്താൽ, ആര്? ഗുരുവായൂരപ്പൻ ചെയ്താലും. എന്താണ് ചെയ്യേണ്ടത്? കല്യതാം മമ കുരുഷ്വ, മമ കല്യതാം കുരുഷ്വ, എനിക്ക് കല്യതയെ ചെയ്താലും എന്നാണ്. എന്താണ് ഈ കല്യത എന്ന് പറഞ്ഞാൽ? ഇവിടെ ആരോഗ്യം എന്നർത്ഥമാണ്. എനിക്ക് വേണ്ടതായിട്ടുള്ള ശക്തി, യോഗ്യത എന്നാണ് അതിൻ്റെ അർത്ഥം. കല്യത എന്നാൽ ഇവിടെ യോഗ്യത. അപ്പോൾ ഓരോന്നിനും ഓരോ യോഗ്യതയാണ്. ഇവിടെ വേണ്ടത് ആരോഗ്യമാണ് വേണ്ടത്. തനിക്ക് രോഗം ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ തനിക്ക് വേണ്ടതായിട്ടുള്ള ആ ആരോഗ്യത്തെ ചേർത്ത് വെക്കണേ ഗുരുവായൂരപ്പ എന്നാണ് പ്രാർത്ഥന. അപ്പോൾ മമ കല്യതാം കുരുഷ, എത്ര കല്യത വേണം, എത്ര ആരോഗ്യം വേണം? അപ്പോൾ ഓരോരുത്തരുടെയും ആരോഗ്യത്തിൻ്റെ ആവശ്യകത പലതാണ്. ഇപ്പോൾ ഒരു സാമാന്യം ആരോഗ്യമുള്ളവർക്ക് ഒരു ഗുസ്തിക്ക് പോവുകയാണെങ്കിൽ അത് മതിയോ? ഒരു വേൾഡ് റെസ്ലിംഗ് ഗുസ്തിക്കാരൊക്കെ എത്ര കോഴി, എത്ര മുട്ട, എത്ര ആട്, എത്ര പോത്ത് എന്ന് പറഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിക്കും. അപ്പോൾ അതുപോലെ അവർക്ക് വേണ്ട കല്യത വേറെയാണ്. ഇവിടെ മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്ന കല്യത, എത്രമാത്രം കല്യത വേണം തനിക്ക് എന്നാണ് പറയണത്. ഇവിടെ പറയേണ്ടത് താവതീം എന്ന് പറയുന്നുണ്ട്. താവതി എന്ന് പറഞ്ഞാൽ അത്രമാത്രം, ഇത്രയേ വേണ്ടൂ എന്ന്. എത്രമാത്രം? അത് രണ്ടാമത്തെ വരിയിലാ പറയണത്. കല്യത്തെ ഭവതുപാസനം യയാ, യയാ ഭവതുപാസനം കല്യത്തെ. യയാ എന്ന് പറഞ്ഞാൽ ഇവിടെ യയാ എന്നുള്ളത് യാതൊന്നുകൊണ്ട് എന്നാണ്. ഇവിടെ യാതൊന്ന് ഏതാണ്? കല്യതയാണ്. അപ്പൊ യയാ കല്യതയാ ഭവതുപാസനം മമ കല്യത്തെ. ഏത് കല്യത കൊണ്ട്, ഏത് ശക്തി കൊണ്ട്, ഏത് ആരോഗ്യം കൊണ്ട് എനിക്ക് അങ്ങയുടെ ഉപാസനം കല്യത്തെ, കല്യത്തെ എന്ന് പറഞ്ഞാൽ ചെയ്യുവാൻ സാധിക്കുമോ? സാധിക്കുന്നത് പോലെ, കൽപ്യത്തെ എന്ന് തന്നെയാണ് ഇവിടെ കല്യത്തെ എന്നുള്ളതിൻ്റെ അർത്ഥം. എനിക്ക് അതിനുള്ള കൽപ്യത ഉണ്ടാവുക, അതിനുള്ള ശക്തി ഉണ്ടാവുക, യോഗ്യത ഉണ്ടാവുക. അപ്പം എത്രമാത്രം ആരോഗ്യമുണ്ടെങ്കിൽ എനിക്ക് അങ്ങയെ ഉപാസിക്കാൻ കഴിയുമോ അത്രമാത്രം ആരോഗ്യം തന്നാൽ മതി. എനിക്ക് വേൾഡ് ഗുസ്തി ചാമ്പ്യൻഷിപ്പിലൊന്നും പങ്കെടുത്ത് ലോക കിരീടമൊന്നും നേടാനുള്ള ആഗ്രഹമൊന്നുമില്ല. ഇനി ഞാൻ ഒളിമ്പിക്സിൽ ഓട്ടപ്പന്തയത്തിൽ പങ്കെടുക്കാനും പോകുന്നില്ല. ഞാൻ എന്താ പറയുക, കാൾ ലൂയിസിനോടോ ബെൻ ജോൺസണോടോ അതുപോലെയുള്ള സ്പ്രിൻറ്റേഴ്സിനോടൊന്നും വേഗത്തിൽ ഓടി മത്സരിച്ച് 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ, 1500 മീറ്റർ എന്നൊന്നും പറഞ്ഞ് ഞാൻ മത്സരിക്കാനും പോകുന്നില്ല. അപ്പം എനിക്ക് അതിനുള്ള ആരോഗ്യമൊന്നും വേണ്ട. ജസ്റ്റ് എനിക്ക് ഇത്രേ വേണ്ടൂ. താവതീം കല്യതാം മമ കുരുഷ്വ. ഇത്രമാത്രം ആരോഗ്യം എനിക്ക് ചെയ്താലും യയാ കല്യതയാ ഭവതുപാസനം കല്യത്തെ. എത്ര കല്യതയുണ്ടായാൽ അങ്ങയുടെ ഉപാസനം എനിക്ക് ചെയ്യുവാൻ സാധിക്കും, അത്ര മാത്രമേ വേണ്ടൂ എന്ന് വളരെ ദീനമായിട്ടുള്ള, വളരെ ന്യായമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇവിടെ മേൽപ്പത്തൂർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയുള്ള ഭവതുപാസനയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് തുടർന്ന് പറയുകയാണ്. ഞാൻ ഭവതുപാസനം ചെയ്യാൻ പോവുകയാണ്. കീദൃശം ഉപാസനം? അതിവിടെ പറയണു. സ്പഷ്ടം അഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാ ആശു തവ തുഷ്ടിം ആപ്നുയാം. അപ്പോൾ അഷ്ടവിധ യോഗചര്യയാ, ഇതാണ് ഞാൻ ഉപാസിക്കാൻ പോകുന്ന മാർഗം. അഷ്ടവിധ യോഗചര്യയ, അഷ്ടവിധ യോഗം, അഷ്ടാംഗ യോഗം എന്ന് പറയുന്ന ആ മാർഗത്തിലൂടെ. അപ്പോൾ അഷ്ടവിധ യോഗചര്യ കൊണ്ട് അത് എങ്ങനെയുള്ളത്? പുഷ്ടയാ എന്ന് പറഞ്ഞു. പുഷ്ടയാ എന്ന് പറഞ്ഞാലോ പുഷ്കലമായത്, പോഷിച്ചത്, സമൃദ്ധമായത്, പൂർണ്ണമായത് എന്നൊക്കെ അർത്ഥം. അപ്പോൾ വേണ്ട വിധമായ അഷ്ടാംഗയോഗ ചര്യയിലൂടെ എങ്ങനെയായാൽ ആശു തവ തുഷ്ടിം ആപ്നുയാം. ആശു ഉടനെ തന്നെ, തവ തുഷ്ടിം അങ്ങയുടെ പ്രസാദത്തെ, അങ്ങയുടെ സന്തോഷത്തെ, അഹം ആപ്നുയാം ഞാൻ പ്രാപിക്കുമോ? അപ്പോൾ എങ്ങനെ ഞാൻ അങ്ങയെ ആരാധിച്ചാൽ അങ്ങ് സന്തുഷ്ടനാകുമോ അതുപോലെയുള്ളതായിട്ടുള്ള ആരാധനയ്ക്കായിക്കൊണ്ട് ഞാൻ പുറപ്പെടുകയാണ്. അത് അഷ്ടാംഗ യോഗമാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ടുള്ള മാർഗം. അപ്പോൾ അങ്ങയുടെ ആ പ്രസാദത്തിനായിക്കൊണ്ട്, അതെങ്ങനെയുള്ള തുഷ്ടി? സ്പഷ്ടം തുഷ്ടിം എന്ന് വേണമെങ്കിൽ പറയാം.
ആ സ്പഷ്ടം എന്നുള്ളത് തുഷ്ടിയോട് അന്വയിക്കാം. അങ്ങയുടെ വ്യക്തമായ പ്രസാദം അല്ലെങ്കിൽ സ്പഷ്ടമാപ്നുയാം, ഞാൻ വ്യക്തമായി പ്രാപിക്കുമോ, എപ്രകാരമായാൽ എനിക്ക് തീർച്ചയായിട്ടും അങ്ങയുടെ പ്രസാദം ലഭിക്കുമോ, അത്രമാത്രം ആരോഗ്യം എനിക്ക് നൽകിയാലും അതുപോലെയുള്ളതായിട്ടുള്ള അഷ്ടാംഗ യോഗം കൊണ്ട് ഞാൻ അങ്ങയെ ഉപാസിക്കാൻ ആരംഭിക്കുകയാണ് എന്ന് പറയണം. ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലും മറ്റേ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് ആദ്യം ഉപദേശിക്കുന്നത് ഈ അഷ്ടാംഗയോഗ മാർഗത്തെക്കുറിച്ചാണ്. എന്നാൽ അത് അല്പം ക്ലേശമുള്ളതാണ്. അതിലെ ധാരണ, ധ്യാനം, സമാധി മുതലായതൊക്കെ ക്ലേശമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അംഗങ്ങളാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതിനാണ് അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. എന്താണ് അഷ്ടാംഗങ്ങൾ? 8 അംഗങ്ങൾ, 8 അവയവങ്ങളോടുകൂടിയ യോഗത്തിൻ്റെ പേരാണ് അഷ്ടാംഗ യോഗം. ഏതൊക്കെയാണ് അതിൻ്റെ 8 അംഗങ്ങൾ? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. 8 അംഗങ്ങളാണ് ഇതിലുള്ളത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അപ്പോൾ പതഞ്ജലി മഹർഷിയാണ് ഈ അഷ്ടാംഗ യോഗത്തിൻ്റെ ആധുനികനായിട്ടുള്ള വക്താവും പ്രയോക്താവും ഉപദേഷ്ടാവും ഒക്കെ ആയിരിക്കുന്ന ആൾ. അതിനു മുമ്പും ഈ അഷ്ടാംഗ യോഗമൊക്കെ ഉണ്ട്. പതഞ്ജലി മഹർഷിക്ക് മുമ്പേ തന്നെ നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ ഈ യോഗ മാർഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പതഞ്ജലി മഹർഷി അതിനെ ക്രോഡീകരിച്ച് അതിനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ യോഗസൂത്രങ്ങളിലൂടെ വളരെ മനോഹരമായി ക്രമീകരിച്ചൊരു ശാസ്ത്രമാക്കി, ഒരു ദർശനമാക്കി അവതരിപ്പിച്ചു. പതഞ്ജലിക്ക് മഹർഷിക്ക് മുമ്പും അനാദികാലമായിട്ട് എന്താ പറയുക, സദാശിവനായ മഹാദേവനിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ അഷ്ടാംഗ യോഗം. ആദിഗുരു മഹാദേവനാണ്. ആ മഹാദേവനിൽ നിന്നാണ് ആദിശേഷൻ ഈ അഷ്ടാംഗ യോഗം അഭ്യസിക്കുന്നത്. ആ ആദിശേഷൻ തന്നെയാണ് പിന്നീട് പതഞ്ജലിയായിട്ട് അവതരിച്ചത് എന്ന് പറയും. ആദിശേഷൻ പതഞ്ജലിയായി അവതരിച്ചു. അപ്പോൾ ശേഷൻ തന്നെയാണ് പതഞ്ജലി. ഭഗവാന്റെ ഒരു പാർഷദനും കൂടിയാണ് ഈ പതഞ്ജലി മഹർഷി. അപ്പോൾ അങ്ങനെയുള്ള ആ പതഞ്ജലി മഹർഷി പിന്നീട് അതിനെ വിപുലമായിട്ടുള്ളൊരു ശാസ്ത്രമായി അവതരിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ആ അഷ്ടാംഗ യോഗ മാർഗത്തിലൂടെയാണ് ഞാൻ അങ്ങയെ ഉപാസിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ മാർഗത്തിലൂടെ അത് പൂർണ്ണമായി അനുഷ്ഠിച്ച് അങ്ങയുടെ തുഷ്ടിയെ ഞാൻ എളുപ്പത്തിൽ പ്രാപിക്കും. അതാണ് എൻ്റെ ഉദ്ദേശ്യം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ അഷ്ടാംഗ യോഗത്തെ കൂടുതൽ വിശദമാക്കി അവതരിപ്പിക്കുകയാണ് അടുത്ത ശ്ലോകങ്ങളിൽ. അപ്പോൾ നമുക്ക് അഷ്ടാംഗ യോഗത്തെ അതിലൂടെ കാണാം. എന്തൊക്കെയാണ് മേൽപ്പത്തൂർ പറയുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ തന്നെ തങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. തുടർച്ചയായിട്ടുള്ള ശ്ലോകങ്ങളിലൂടെ മേൽപ്പത്തൂരിൻ്റെ വാക്കുകളിലൂടെ തന്നെ അഷ്ടാംഗ യോഗത്തെ കൂടുതൽ പരിചയപ്പെടാം. ബ്രഹ്മചര്യ ദൃഢദാധിഭിർയമൈഹി ആപ്ലവാദി നിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവൽപരാഃ. ബ്രഹ്മചര്യ ദൃഢദാധിഭിർയമൈഹി ആപ്ലവാദി നിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവൽപരാഃ. അപ്പോൾ അമീ എന്ന് പറയുന്നുണ്ട് ഇവിടെ. അമീ എന്ന് പറഞ്ഞാലോ ഈയുള്ളവർ എന്ന് ബഹുവചനമാണ്. വയം എന്നർത്ഥം. അമീ വയം, ഈ ഞങ്ങൾ എങ്ങനെ ഭാവിതരായി, എങ്ങനെ ഭവൽപരരായി ഈ അഷ്ടാംഗയോഗത്തെ ക്രമത്തിൽ അനുസരിക്കും, അനുഷ്ഠിക്കും എന്ന് ഓരോന്നായി എടുത്ത് പറയുകയാണ്. അപ്പോൾ അഷ്ടാംഗയോഗത്തിലെ ആദ്യത്തെ അംഗമാണ് യമം. ആ യമത്തെ ഒന്നാമത്തെ വരിയിൽ പറയുന്നു, ബ്രഹ്മചര്യ ദൃഢദാധിഭിർ യമൈഹി. യമൈഹി. അപ്പോൾ എന്താണ് ഈ യമം? ബ്രഹ്മചര്യ ദൃഢദാധിഭിർ യമൈഹി. ആ യമത്തെ വിശേഷിപ്പിച്ചതാണ് ബ്രഹ്മചര്യ ദൃഢതാ ആദിഭിഹി. ബ്രഹ്മചര്യ ദൃഢത മുതലായ യമങ്ങളെ കൊണ്ട്.
അപ്പം എന്താണ് യമം എന്ന് പറഞ്ഞാൽ? യമം എന്ന് പറഞ്ഞാൽ യമിക്കുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, ടു കൺട്രോൾ എന്നർത്ഥമാണ് യമം. അപ്പോൾ എന്തിനാണ് യമം? യമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അരുതാത്തത് ചെയ്യുന്നതിനാണ് കൺട്രോൾ വേണ്ടത്. സോ ഡോണ്ട് ഡു, ഇന്നതൊന്നും ചെയ്തുകൂടാ എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുണ്ട്. അതിനെയാണ് അരുതാത്തത് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള നിഷിദ്ധ കർമ്മങ്ങൾ, പ്രതിഷിദ്ധ കർമ്മങ്ങൾ എന്നൊക്കെ പറയും അതിന് ശാസ്ത്ര ഭാഷയിൽ. അപ്പോൾ പ്രതിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നുള്ള നിയന്ത്രണത്തിനാണ് യമം എന്ന് പറയുന്നത്. ടു കൺട്രോൾ വൺ സെൽഫ്, അവനവനെ തന്നെ യമിക്കുക. യമിക്കുക എന്ന് പറഞ്ഞാൽ അടക്കുക, യമിക്കുക, നിയമിക്കുക എന്നർത്ഥം. അപ്പോൾ അത് എന്തൊക്കെയാണത്? 5 അംഗങ്ങളാണ് ഈ യമത്തിൽ ഉള്ളത്. അതാണ് ഇവിടെ ബ്രഹ്മചര്യ ദൃഢത ആദിബിഹി എന്ന് പറഞ്ഞു. ഇപ്പോൾ ബ്രഹ്മചര്യ ദൃഢത മുതലായ യമങ്ങളെ കൊണ്ട് എന്നേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ ബാക്കി ആദി ശബ്ദം കൊണ്ട് ബാക്കിയൊക്കെ നമ്മൾ അറിഞ്ഞോളണം, അല്ലേ? എന്തൊക്കെയാണ് അപ്പോൾ യമ അംഗങ്ങൾ? യമത്തിൻ്റെ ഉള്ളിൽ തന്നെ 5 അംഗങ്ങളുണ്ട്. യമം എന്നുള്ളതേ ഈ അഷ്ടാംഗ യോഗത്തിലെ ഒരു അംഗമാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ പാർട്സ് ഉണ്ട്, അതാണ് 5 അംഗങ്ങൾ. അതാണ് ബ്രഹ്മചര്യം എന്നുള്ളത് മുതലായത് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അവിടെ ബ്രഹ്മചര്യത്തിൻ്റെ ഘടകങ്ങളായിട്ട് പറയുന്നത് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഇങ്ങനെ 5 ഘടകങ്ങളാണ്. എന്തൊക്കെയാണ്? അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. അതിൽ ബ്രഹ്മചര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് അഹിംസയാണ്. അഹിംസ എന്ന് പറഞ്ഞാലോ ആരെയും മനസ്സ വാച കർമ്മണ ഹിംസിക്കാതിരിക്കുക. ഹിംസ എന്ന് പറഞ്ഞാൽ ടു ഹേർട്ട്. ഹിംസ എന്ന് പറഞ്ഞാൽ ആയുധം വേണമെന്നൊന്നുമില്ല. ആയുധം കൊണ്ട് തന്നെ മുറിവേൽപ്പിക്കുന്നതിനെ അല്ല ഹിംസ എന്ന് പറയുന്നത്. ഹിംസ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ്. ആയുധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വാക്കുകളെ കൊണ്ട് നമുക്ക് ആളുകളെ മുറിവേൽപ്പിക്കാം. അപ്പോൾ ഏത് ഹർട്ടും ഏത് പീഡയും ഹിംസയാണ്. നമ്മൾ വാക്കുകളെ കൊണ്ട് ആളുകളെ വേദനിപ്പിച്ചാൽ അതൊരു ഹിംസയാണ്. നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അവരെ നേരിട്ട് ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കുന്നൊന്നുമില്ല, പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യുക, അതൊരു ഹിംസയാണ്. അവരുടെ മനസ്സിന് തൃപ്തിയില്ലാത്ത കാര്യങ്ങളെ അവർക്ക് വേദനയുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഹിംസയാണ്. അരുതെന്ന് ഒരാൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ അനുസരിക്കാതിരിക്കുന്നത് അവരോടുള്ള ഒരു ഹിംസയാണ്. ഗുരുക്കന്മാരെ അനുസരിക്കാതിരിക്കുന്ന ഒരു ഹിംസയാണ്. അപ്പോൾ ഹിംസ എന്ന് പറഞ്ഞാൽ ആയുധങ്ങളെ കൊണ്ടുള്ള പ്രഹരം മാത്രമൊന്നുമല്ല. ഹിംസ എന്ന് പറഞ്ഞാൽ കായ വാക് മന 3 കൊണ്ടും നമുക്ക് ഹിംസിക്കാം. ശരീരം കൊണ്ടുള്ള പീഡകൾ, വാക്കുകൊണ്ടുള്ള പീഡകൾ, മനസ്സുകൊണ്ട് നമുക്ക് ഹിംസിക്കാം ആളുകളെ. എങ്ങനെ? മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി, അവൻ നശിച്ചു പോട്ടെ, അവൾ ഗുണം പിടിക്കാതെ പോട്ടെ എന്നിങ്ങനെ മനസ്സാ ശപിച്ചാലേ അത് ഹിംസയാണ്. അത്രയും സൂക്ഷ്മമാണ് ഹിംസ. നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും നശിച്ചു പോട്ടേ എന്നുള്ള ചിന്തയുണ്ടായാൽ അവിടെ ഹിംസ ആരംഭിച്ചു. അതിൻ്റെ പ്രകടനമാണ് പിന്നെ വാക്കിൽ ശാപമായിട്ടും ചീത്ത വാക്കുകളായിട്ടും ഒക്കെ വരിക. പിന്നെ അത് തന്നെ കൂടുതൽ ശക്തിയുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യൂക്ക് കാണിക്കും. അപ്പോൾ കയ്യൂക്കില്ലാത്തവിടെ വാക്കുകൊണ്ടും, വാക്ക് പോലും പ്രകടിപ്പിക്കാൻ ശക്തിയില്ലാത്തടത്ത് നമ്മൾ മനസ്സാ ശപിച്ച് ഹിംസിക്കും. അപ്പോൾ ഹിംസ എന്നുള്ളത് സൂക്ഷ്മത്തിൽ മാനസിക ഹിംസയാണ്. ഇപ്പം നമുക്ക് ശക്തിയില്ല അവരെ പ്രഹരിക്കാനായിക്കൊണ്ട്. അവരെ കൊന്നുകളയണമെന്ന് മനസ്സിലുണ്ട്, പക്ഷെ അതിനുള്ള ശക്തിയില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് അവരെ ശപിക്കുക. എന്നെങ്കിലും നമുക്ക് ശക്തി കിട്ടുകയാണെങ്കിൽ, എന്നെങ്കിലും ഞാൻ അവനേക്കാൾ ബലവാനാവുകയാണെങ്കിൽ ഞാൻ അതിന് പകരം വീട്ടും. അപ്പോൾ ഈ മനസ്സിൽ സങ്കല്പമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഹിംസ കടന്നുകൂടി എന്നർത്ഥം. അപ്പോൾ ഹിംസ എന്നുള്ളത് ഇത്രയും സൂക്ഷ്മമാണ്. ആദ്യം അതുണ്ടാകുന്നത് മനസ്സിലാണ്, പിന്നീട് വാക്കിലും, പിന്നീട് പ്രവൃത്തിയിലും, പിന്നീട് അത് ആയുധങ്ങളിലൂടെയും ഒക്കെ പ്രകടമാകുന്നു. ഹിംസയുടെ ഏറ്റവും സ്ഥൂലമായിട്ടുള്ളതാണ് ആയുധങ്ങളെ കൊണ്ട്
നമ്മൾ വെറുക്കുന്ന ആളുകളെ ഹിംസിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളെ പ്രഹരിക്കുന്നത്. അപ്പോൾ സൂക്ഷ്മമാവും തോറും വാസ്തവത്തിൽ ശക്തി കൂടും. നേരെ മറിച്ച് നമ്മൾ ഒരാളോട് ദേഷ്യം തോന്നി അപ്പോൾ ഒരു അടി കൊടുത്തു, അതോടുകൂടി അത് മറന്നുവെങ്കിൽ അത് വലിയ ഹിംസയൊന്നുമല്ല, അപ്പോഴത്തെ ഒരു ചെറിയ റിയാക്ഷൻ മാത്രമാണ്. ഇനി ചില അച്ഛനമ്മമാർ കുട്ടികളെ അടിക്കുന്നതൊക്കെ ഹിംസയൊന്നുമല്ല, അത് അവരെ ശിക്ഷിക്കാൻ, ആ ശിക്ഷ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അവരുടെ മനസ്സിൽ ഹിംസയൊന്നുമില്ല. ഇവനെ കൊല്ലണമെന്നോ അടിച്ച് വേദനിപ്പിക്കണം എന്നുള്ള ചിന്ത കൊണ്ടല്ല അച്ഛനമ്മമാർ കുട്ടികളെ അടിക്കുന്നതോ ഏതെങ്കിലും ശിക്ഷ കൊടുക്കുന്നതോ. ചീത്ത പറയുന്നത് പോലും നന്നാവാൻ വേണ്ടിയിട്ടാണ്. അധ്യാപകന്മാരെ കുട്ടികളെ ശാസിക്കുന്നത് ശിക്ഷയൊന്നുമല്ല, ഹിംസയുമല്ല. അത് അവരെ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ നന്നാക്കാൻ, അവരെ സംസ്കാരമുള്ളവരാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെറും പ്രവൃത്തി കൊണ്ട് മാത്രം നമുക്ക് ഹിംസയെ വിലയിരുത്താനാവില്ല. ഹിംസ എന്നുള്ളത് പ്രവൃത്തിയിലല്ല, വാസ്തവത്തിൽ ആറ്റിറ്റ്യൂഡിലാണ്. ഒരു ഡോക്ടർ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം വല്ലാതെ പഴുത്ത് ചീഞ്ഞു പോകുന്നു എങ്കിൽ അത് ആയുധം കൊണ്ട് മുറിച്ചു കളയുകയാണെങ്കിൽ ആ ഡോക്ടർ ചെയ്യുന്ന പ്രവൃത്തിയെ ആരെങ്കിലും ഹിംസ എന്ന് പറയുമോ? ഒരിക്കലുമല്ല. അത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. നമ്മുടെ ശരീരത്തിലെ ആ അവയവത്തിൻ്റെ പഴുപ്പ് ബാക്കി എല്ലായിടത്തേക്കും വ്യാപിച്ച് ബാക്കിയുള്ള അവയവം കൂടി നശിച്ചു പോകും. അപ്പോൾ മുഴുവനായിട്ട് മുറിച്ചു കളയേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു വിരലോ ഒരു പാദമോ അല്ലെങ്കിൽ കാൽമുട്ടിന് താഴെയോ മുറിച്ചു കളയുന്നത് നമ്മുടെ ബാക്കിയുള്ള ശരീരത്തെ രക്ഷിക്കാൻ സഹായിക്കുമെങ്കിൽ ആ ഡോക്ടർ ചെയ്യുന്ന ഈ ആയുധം കൊണ്ടുള്ള പ്രയോഗം ഒരിക്കലും ഹിംസയല്ല, അത് അഹിംസയാണ്. അപ്പോൾ ഹിംസയ്ക്ക് നിർവചനമൊക്കെ ഉണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ. പല ശാസ്ത്രങ്ങളിലും പല രീതിയിൽ നിർവചനം ചെയ്തിട്ടുണ്ട്. അഹിംസയ്ക്ക് നിർവചനമുണ്ട്. അതൊക്കെ അറിഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ എന്താണ് അഹിംസ എന്ന് പറഞ്ഞാൽ? ഭൂതങ്ങളോടുള്ള ദയയാണ് അഹിംസ, മറ്റുള്ളവരോടുള്ള ദയയാണ് അഹിംസ. ആ ദയുണ്ടെങ്കിൽ ഹിംസയില്ല അവിടെ. ആ ദയാഭാവത്തോടുകൂടി നമ്മൾ ഒരാളെ ശാസിക്കുകയോ ഒരാളെ അടിക്കുകയോ ചെയ്താൽ പോലും അവർ നന്നാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് അഹിംസയുടെ പട്ടികയിലാണ് പെടുത്തേണ്ടത്, ഹിംസയുടെ പട്ടികയിലേക്കല്ല. മുമ്പ് പറഞ്ഞ ഡോക്ടറുടെ കാര്യം ഉദാഹരണം. ഡോക്ടർ നമ്മുടെ ശരീരാവയവത്തെ മുറിച്ചു കളയുമ്പോൾ നമ്മൾ സമ്മതം എഴുതി കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡാണ് മുഖ്യം, പ്രവൃത്തിയല്ല. അപ്പോൾ നമ്മുടെ മനസ്സിലാണ് ആദ്യം ഹിംസ രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഹിംസയെ മനസ്സിൽ തോന്നാതിരിക്കുന്ന അവസ്ഥയ്ക്ക് പേരാണ് അഹിംസ എന്നുള്ളത്. അത് യമത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജാണ്, ഒരു അംഗമാണ്. അപ്പോൾ ആരെയും ഞാൻ വേദനിപ്പിക്കില്ല എന്നുള്ളതായിട്ടുള്ളൊരു വ്രതം നമ്മുടെ ഉള്ളിൽ വേണം. അതാണ് അഹിംസ. പിന്നെ അഥവാ വേദനിപ്പിക്കേണ്ടി വന്നാലും അത് നല്ല ഉദ്ദേശത്തോടു കൂടി ആവുകയാണെങ്കിൽ, ഇപ്പോൾ രാജാക്കന്മാർക്ക് ഹിംസിക്കാതിരിക്കാനാവില്ല. ജഡ്ജിമാർക്ക് കളവ് ചെയ്യുന്ന, കള്ളത്തരങ്ങൾ ചെയ്യുന്ന, കൊലപാതകങ്ങൾ ചെയ്യുന്ന, തീവ്രവാദം ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കാതിരിക്കാനാവില്ല. പറ്റുമോ? ഇപ്പോൾ ഒരു കോടതിയിലെ ജഡ്ജി, മജിസ്ട്രേറ്റ് കോടതിയിലെ ജഡ്ജിയാണെങ്കിലും മജിസ്ട്രേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയാണെങ്കിലും സുപ്രീം കോടതി ജഡ്ജിയാണെങ്കിലും ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ അത് ഹിംസയാണോ എന്നാണെങ്കിൽ അത് രാജ്യത്തെ രക്ഷിക്കാൻ, മറ്റു പ്രജകളുടെ സ്വൈരജീവിതം ഉറപ്പാക്കാൻ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ പാപം അത് ഹിംസയായിട്ടല്ല, അത് അദ്ദേഹത്തിൻ്റെ സ്വധർമ്മ ആചരണമായിട്ടാണ് അത് പരിഗണിക്കുക. അതിൻ്റെ പുണ്യമാണ് അദ്ദേഹത്തിന് കിട്ടുക. ഒരു രാജാവ്, ഒരു ക്ഷത്രിയൻ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കുന്നതും ആക്രമിക്കുന്നതായിട്ടുള്ള ശത്രു രാജ്യക്കാരെ, സൈന്യത്തെ കൊന്നൊടുക്കുന്നതും വീരസ്വർഗത്തിന് അവരെ അർഹരാക്കുന്നു. അതെ, ആർമി ഓഫീസേഴ്സ് ഓൾസോ അവർ നമ്മുടെ രാഷ്ട്രരക്ഷയ്ക്ക്, നമ്മുടെയൊക്കെ വ്യക്തിരക്ഷയ്ക്ക്, നമ്മുടെ സ്വത്തിൻ്റെ രക്ഷയ്ക്ക് ഒക്കെ വേണ്ടി അവർ യുദ്ധം ചെയ്യുന്നതും മറ്റുള്ളവരെ വെടിവെച്ച് കൊല്ലുന്നുണ്ടെങ്കിലും അവർക്ക് കിട്ടുന്നത് വീരസ്വർഗമാണ്, പുണ്യമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഹിംസ എന്നുള്ളത് ഉദ്ദേശ്യത്തിൽ നിന്നാണ് അതിൻ്റെ തീവ്രത അളക്കേണ്ടത്. അതാണ് അതിൻ്റെ മാനദണ്ഡം. എന്താണോ മനസ്സിൽ സൂക്ഷ്മമായിട്ട്
ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഹിംസ എന്ന് പറയുന്നത്. അഹിംസ എന്ന് പറയുന്നത് എന്താ പറയുക, ഭൂതങ്ങളോടുള്ള ദയയാണ് അഹിംസ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ എന്താ പറയുക വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ മേൽപ്പത്തൂർ പറയുന്ന അഷ്ടാംഗ യോഗത്തിൻ്റെ അംഗമായിട്ട് അദ്ദേഹം പറഞ്ഞു യമം എന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേത് അഹിംസ, ഹിംസിക്കാതിരിക്കുക, ഒരു യമമാണത്. യമം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, ഹിംസയിൽ നിന്ന് അവനവനെ പിൻവലിക്കുക, ഒരു യമിക്കുക. അതുപോലെ അഹിംസ കഴിഞ്ഞാൽ സത്യം. സത്യം എന്ന് പറഞ്ഞാലും അസത്യം പറയാതിരിക്കുക എന്നുള്ളതാണ് അതിൽ മുഖ്യം. എല്ലാ സത്യങ്ങളും നിങ്ങൾ പറയേണ്ട കാര്യമില്ല, പറയാൻ പാടുമില്ല. എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാൻ നമ്മുടെ ശാസ്ത്രങ്ങൾ അനുവദിച്ചിട്ടില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? അസത്യം പറയാതിരിക്കുക എന്നുള്ളതാണ് സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസത്യത്തിൽ നിന്ന് അവനവനെ നിയന്ത്രിക്കുക, കളവ് പറയുന്നതിൽ നിന്ന്, നുണ പറയുന്നതിൽ നിന്ന് സ്വയം നിയന്ത്രിക്കുക. അത് തന്നെ സത്യപാലനമായി. ഇനി എന്താണ് സത്യം എന്ന് ചോദിച്ചാലും മറ്റുള്ളവർക്ക് ഹിതകരമായത് പറയുന്നതാണ് സത്യം എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ഭൂതഹിതം സത്യം എന്ന് നിർവചനം എവിടെ? മഹാഭാരതത്തിൽ. സത്യമാണത്. ആരാ പറഞ്ഞത്? സത്യസന്ധനായിട്ടുള്ള യുധിഷ്ഠിരനാ പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? യമധർമ്മ രാജാവിനോടാ പറഞ്ഞത്. യമധർമ്മ രാജാവ് ആ ഉത്തരത്തിന് ഫുൾ മാർക്ക് കൊടുക്കുകയും ചെയ്തു. ഏതാ സന്ദർഭം? വനവാസകാലത്തുണ്ടായ ഒരു യക്ഷപ്രശ്നം എന്നുള്ളതായിട്ടുള്ളൊരു ചോദ്യോത്തര വേളയുണ്ടായിട്ടുണ്ട് അല്ലേ? 4 പാണ്ഡവന്മാരും ഒരു മാന് ബ്രാഹ്മണരുടെ യാഗം നടത്തുന്ന സ്ഥലത്ത് അവർ അരണി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഓടിയിട്ട് ഈ അരണിയുടെ കടയാനുള്ളതായിട്ടുള്ള ആ കൊമ്പ് താഴെ ഒരു ഉരല് പോലെ ഒരു സാധനത്തിൽ വെച്ച് മുകളിൽ ഒരു ദണ്ട് വെച്ചിട്ട് കടകോല് കൊണ്ട് കടയും പോലെ കടഞ്ഞാണ് അഗ്നി ഉണ്ടാക്കുക. അതിനാണ് അരണി കടയുക എന്ന് പറയുക. അപ്പോൾ ഒരു മാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഓടിയിട്ട് ഈ കമ്പ് മാനിൻ്റെ കൊമ്പിൽ ഉടക്കിയിട്ട് മാൻ ആ കൊമ്പും കൊണ്ട് പോയപ്പോൾ ഈ അരണി വീണ്ടെടുക്കാനായിട്ട് ബ്രാഹ്മണരെ രക്ഷിക്കുന്ന സ്വഭാവത്തോടു കൂടിയ പാണ്ഡവന്മാർ ഓരോരുത്തരായി ഈ മാനിൻ്റെ പുറകെ പോവുകയും മാനിനെ പിടികിട്ടാതെ അവസാനം അവർ വെള്ളം ദാഹിച്ച് ഒരു ജലാശയത്തിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു യക്ഷൻ ഒരു വൃക്ഷത്തിലിരുന്നു കൊണ്ട് ഇവരോട് കൽപ്പിച്ചു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ നിങ്ങളിവിടെ മരിച്ചു വീഴും എന്ന് പറയും. പക്ഷേ ഈ 4 സഹോദരന്മാർ, യുധിഷ്ഠിരൻ്റെ സഹോദരന്മാർ അത് പറഞ്ഞേക്കാതെ വെള്ളം ദാഹം കൊണ്ട് അവർ വെള്ളം കുടിച്ച് മരിച്ചു വീഴും. അങ്ങനെ 4 പേരും വീണ സമയത്ത് 5ാമനായി പുറകെ തെരഞ്ഞുപോയ യുധിഷ്ഠിരൻ തൻ്റെ മരിച്ചു കിടക്കുന്ന 4 സഹോദരന്മാരെ കണ്ടു. അദ്ദേഹവും വെള്ളം ദാഹിച്ച് വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഈ യക്ഷൻ്റെ വചനങ്ങൾ കേട്ടു. അപ്പോൾ ഇദ്ദേഹം ആ യക്ഷൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നു. അതാണ് യക്ഷപ്രശ്നം. അപ്പോൾ ഓരോരോ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹം ഫെയിലായി. ഇദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ ജീവിപ്പിക്കുകയില്ല, ഇദ്ദേഹത്തിനും മരണം ഭവിക്കും. അപ്പോൾ സഹോദരന്മാരെ തിരിച്ചു കിട്ടാനും തൻ്റെ പ്രാണനെ രക്ഷിക്കാനുമായിട്ട് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ആരാ ഈ യക്ഷരൂപത്തിൽ വന്ന് പരീക്ഷിക്കുന്നത്? യുധിഷ്ഠിരൻ്റെ സ്വന്തം അച്ഛൻ തന്നെയായ യമധർമ്മ രാജാവാ. അപ്പോൾ യമധർമ്മൻ അറിയാത്ത നിയമങ്ങളൊന്നുമില്ല. അദ്ദേഹമാണ് ഏറ്റവും വലിയ കോടതി, ഏറ്റവും വലിയ ന്യായാധിപൻ. അപ്പോൾ അദ്ദേഹമാണ് ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുത്താലേ കൃത്യമായ പാസ് മാർക്ക് കിട്ടുള്ളൂ. അതിന് കിം സത്യം എന്ന് ഈ യമധർമ്മ രാജാവ് യക്ഷരൂപത്തിൽ ചോദിച്ചപ്പോൾ അതിന് മറുപടി കൊടുത്തത് ഭൂതഹിതം സത്യം എന്നാണ്. യുധിഷ്ഠിരൻ കൊടുത്ത മറുപടിയാണ് ഭൂതഹിതം സത്യം എന്ന്. ഭൂതഹിതം എന്നാലോ മറ്റുള്ള ജീവജാലങ്ങൾക്കൊക്കെ ഹിതമായത് സത്യം, അവർക്ക് പ്രയോജനപ്രദമായത് സത്യം, അവരുടെ നന്മയിലേക്ക് അവരെ നയിക്കുന്നത് സത്യം. അപ്പോൾ എന്താണോ ഹിതമായത് അത് മാത്രമേ പറയാവൂ, മറ്റുള്ളവർക്ക് ഹിതം ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ പറയാവൂ എന്നാണ് സത്യം പറയാവൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ സത്യം എന്നുള്ളത് ഏതെങ്കിലും കാര്യം മറച്ചു വെക്കുന്നത് അസത്യമൊന്നും ആവില്ല. ചില കാര്യങ്ങൾ ചിലയിടത്ത് മറച്ചു വെക്കേണ്ടി വരും. മറച്ചു വെക്കുന്നതായിരിക്കും മറ്റുള്ളവർക്ക് ഹിതകരം.
അപ്പോൾ ഹിതകരമായത് മറച്ചു വെക്കലാണെങ്കിൽ അത് സത്യം എന്ന് അംഗീകരിച്ചിരിക്കുന്നു ശാസ്ത്രങ്ങൾ. അപ്പോൾ ഇങ്ങനെ വളരെ സൂക്ഷ്മമാണ് ഈ സത്യമൊക്കെ. ഇതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കേണ്ട വിഷയങ്ങളാണ്, നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ വെറുതെ നമ്മൾ സത്യം 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 എന്ന് പറഞ്ഞാൽ കണ്ടത് പറയുക, കേട്ടത് പറയുക, ഉള്ളത് പറയുക എന്ന് മാത്രമല്ല. പറയേണ്ടത് എന്തെന്ന് കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. സത്യം പറയുക എന്ന് പറയുമ്പോൾ ഹിതമായത് മാത്രം പറയുക, മറ്റുള്ളവർക്ക് ദോഷകരമായത് പറയാതിരിക്കുക. അപ്പോൾ ഹിതകരമായതെന്തും സത്യവുമാണ്. അതാണ് മഹാഭാരത യുദ്ധത്തിൽ അശ്വത്ഥാമ ഹതഹ കുഞ്ചരഹ എന്ന് ഇതേ യുധിഷ്ഠിരനെ കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയിച്ചത്. അത് നുണയാണ് എന്ന് മൂഢന്മാർ പറയും. അത് നുണയല്ല, അതാണ് സത്യം. ഏത്? അശ്വത്ഥാമ ഹതഹ. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് യുധിഷ്ഠിരനെ കൊണ്ട് ആരാ പറയിപ്പിച്ചത്? സത്യസ്വരൂപനായ കൃഷ്ണൻ. കൃഷ്ണനാണ് യുധിഷ്ഠിരനെ നിർബന്ധിച്ച് പറയിപ്പിച്ചത്, നീ സത്യം നീ ഇത് പറയൂ എന്ന്. അപ്പോൾ ദ്രോണന് യുധിഷ്ഠിരനിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ യുധിഷ്ഠിരൻ പറയുന്നത് സത്യമാണ് എന്ന്. ബാക്കി ഭീമസേനൻ പറഞ്ഞാലോ അർജുനൻ പറഞ്ഞാലോ ദ്രോണൻ വിശ്വസിക്കില്ല. യുധിഷ്ഠിരൻ സത്യമേ പറയൂ. അതുകൊണ്ട് യുധിഷ്ഠിരന്റെ നാവ് കൊണ്ട് അശ്വത്ഥാമ ഹതഹ എന്ന് കേട്ടു, ദ്രോണൻ കേട്ടു. അതോടുകൂടി ദ്രോണൻ ആയുധം താഴെ വെച്ചു. ആ സന്ദർഭത്തിലാണ് ദൃഷ്ടദ്യുമ്നൻ ദ്രോണന്റെ തലയെടുക്കുന്നത്. എന്തിനു വേണ്ടി? എന്താ ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത്? ദ്രോണനെ കൊല്ലണമെങ്കിൽ ദ്രോണൻ ആയുധം താഴെ വെച്ചിരിക്കുമ്പോഴേ കൊല്ലാൻ പറ്റുള്ളൂ. ദ്രോണൻ കൊല്ലപ്പെടേണ്ടവനാണ്. അതാണ് ഭൂതഹിതം. ഈ ലോകഹിതം ദ്രോണൻ കൊല്ലപ്പെടണം. ദ്രോണൻ എന്താ പറയുക, അധർമ്മപക്ഷത്ത് അധർമ്മത്തെ കാത്തു രക്ഷിക്കുന്ന ഒരു കോട്ടയായി നിൽക്കുകയാണ്. ദുര്യോധനൻ എന്ന അധർമ്മപക്ഷത്തെ രക്ഷിക്കുന്ന ഒരു കോട്ടയായി നിൽക്കുന്നു ദ്രോണൻ. ഈ കോട്ട തകർന്നാലല്ലാതെ അധർമ്മത്തെ നശിപ്പിക്കാനാവില്ല, ലോകഹിതം പ്രവർത്തിക്കാനാവില്ല. അതുകൊണ്ട് ആയുധപാണിയായ ദ്രോണനെ കൊല്ലാൻ അർജുനനോ ഈ പാണ്ഡവ സൈന്യത്തിലുള്ള ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ദ്രോണനെ കൊണ്ട് ആയുധം താഴെ വെപ്പിക്കണം. അപ്പോൾ മാത്രമേ ദൃഷ്ടദ്യുമ്നന് ഈ ദ്രോണന്റെ തലയെടുക്കാൻ പറ്റുള്ളൂ. അതിന് ഉള്ള ഒരേ ഒരു വഴി, മകനോടുള്ള മമത നല്ലോണം ഉള്ളതായിട്ടുള്ള ദ്രോണനെ കൊണ്ട് അത് തെളിയിക്കുക. അദ്ദേഹം ക്ഷത്രിയനല്ല എന്ന് തെളിയിക്കുക. ക്ഷത്രിയന്മാർക്ക് മാത്രമേ ആയുധം എടുക്കാൻ പാടുള്ളൂ യുദ്ധത്തിൽ. ദ്രോണൻ ക്ഷത്രിയനല്ല എന്ന് തെളിയിച്ചു തൻ്റെ മമത പ്രകടിപ്പിക്കുന്നതിലൂടെ. അദ്ദേഹം ബ്രാഹ്മണനാണെന്ന് ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം. അതുപോലെ ഇവിടെ മമതയുണ്ടാവാൻ പാടില്ല ഒരു ക്ഷത്രിയന്. ക്ഷത്രിയന് ധർമ്മം മാത്രമേ ഉള്ളൂ, മമതയുണ്ടാവാൻ പാടില്ല. തൻ്റെ മകൻ മരിച്ചോ, ആയിക്കോട്ടെ, എത്രയോ പേര് മരിച്ചു, കൂട്ടത്തിൽ ഒന്ന് പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് യുദ്ധം തുടരേണ്ടതാണ് അദ്ദേഹം. അത് മൈൻഡ് ചെയ്യാതെ യുദ്ധം തുടരണം. അപ്പോൾ തൻ്റെ മകനോടുള്ള മമത കൊണ്ടാണ് അദ്ദേഹം തൻ്റെ എന്താ പറയുക, നേരത്തെ തന്നെ ഗുരുകുലം അടച്ചു പൂട്ടിയതും ഈ ഹസ്തിനപുരത്തിൽ ഗുരുവായി വന്നതൊക്കെ മകനോടുള്ള മമത കൊണ്ടാണ്. ഇപ്പോൾ അത് വീണ്ടും തെളിയിച്ചു. ആ മകന് അരുതാത്ത വിദ്യകളൊക്കെ പഠിപ്പിക്കുകയും ചെയ്തു, ബ്രഹ്മാസ്ത്രമൊക്കെ ഉപദേശിച്ചും കൊടുത്തു. അത് തിരിച്ചു പിടിക്കാനുള്ള ഉപദേശം ഇട്ട് കൊടുത്തിട്ടുമില്ല. അപ്പം ഇങ്ങനെ മമത നല്ലോണമുള്ള ആളാണ് ദ്രോണൻ എന്നത് അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളിൽ നിന്നും നമുക്ക് കാണാം. അപ്പോൾ അദ്ദേഹം ഒരു ക്ഷത്രിയ ധർമ്മം അനുഷ്ഠിക്കുന്ന ആളല്ല. അപ്പോൾ അദ്ദേഹം യുദ്ധത്തിൽ നിൽക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷ്മമായിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ നുണ പറയിപ്പിച്ചിട്ടൊന്നുമില്ല, ഭഗവാൻ സത്യമാണ് പറയിപ്പിച്ചത്. ആരെ കൊണ്ട്? യുധിഷ്ഠിരനെ കൊണ്ട്. വേറൊരു സത്യം തെളിയിക്കാനും മറ്റൊരു സത്യം പാലിക്കാനും വേണ്ടി, ഈ ലോകത്തിൽ ധർമ്മം പുലരാൻ വേണ്ടി, ലോകഹിതം പ്രവർത്തിക്കാൻ വേണ്ടി. അതിന് ദ്രോണൻ മരിച്ചേ തീരൂ. അതിനുവേണ്ടി ദ്രോണനെ കൊല്ലിപ്പിച്ചു. അതിന് നുണയെങ്കിൽ നുണ. നമ്മുടെ ഭാഷയിലാ നുണ, കൃഷ്ണൻ്റെ ഭാഷയിൽ അത് നുണയേ അല്ല, അതാണ് സത്യം. അപ്പം ഇങ്ങനെയൊക്കെ കുറേ നൂലാമാലകളുണ്ട്. ഈ സത്യം, ധർമ്മം, ഇങ്ങനെയുള്ള കാര്യത്തിൻ്റെയൊക്കെ ഉള്ളിൽ സൂക്ഷ്മമായിട്ട് അറിയണം, ചിന്തിക്കണം.
അതിനുള്ള ശാസ്ത്രങ്ങളുണ്ട്, ധർമ്മശാസ്ത്രങ്ങൾ, അതൊക്കെ പഠിക്കണം, അപ്പോഴേ അറിയുള്ളൂ. അല്ലാതെ നമ്മൾ നമ്മുടെ മന്ദബുദ്ധിയും വെച്ചിട്ട് നമ്മൾ ധർമ്മത്തെയും സത്യത്തെയും ഹിംസയെയും അഹിംസയെയും ഒക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനുള്ളതല്ല ഇതല്ല. ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്പഷ്ടമായിട്ട് നിയമങ്ങളുണ്ട്. ഇരിക്കട്ടെ. അപ്പോൾ അഹിംസ, സത്യം, അസ്തേയം. അസ്തേയം എന്ന് പറഞ്ഞാൽ, സ്ഥേയം എന്ന് പറഞ്ഞാൽ കളവ്. മറ്റുള്ളവരുടെ മുതൽ അവരുടെ സമ്മതം കൂടാതെ ഒളിഞ്ഞോ പാത്തോ ബലാത്കാരേണയോ ഒക്കെ എടുക്കുന്നതിനെയാണ് സ്ഥേയം എന്ന് പറയുക. കക്കുക, കൊള്ളയടിക്കുക, ഇതൊക്കെ സ്ഥേയം. അസ്തേയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുതൽ എടുക്കാതിരിക്കുക. അവർ തന്നാ വാങ്ങിക്കാം, അതല്ലാതെ അവരുടെ സമ്മതം കൂടാതെ എടുക്കുന്നത് നിഷേധിച്ചിരിക്കുന്നതാണ് അസ്തേയം. അത് അരുത് എന്നർത്ഥം. സ്ഥേയം അരുത് എന്നർത്ഥം. അപ്പോൾ അതും ഏതിൻ്റെ? യമത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ളതായിട്ടുള്ള വിഷയ വാസനകളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിച്ച് ബ്രഹ്മണി ചരിതും ശീലം, ബ്രഹ്മത്തിലുള്ളതായിട്ടുള്ള ചരിക്കുക എന്ന് വെച്ചാൽ വേദം പഠിക്കുക, അതുപോലെ ബ്രഹ്മവിചാരം ചെയ്യുക, ഈശ്വര ചിന്ത ചെയ്യുക. അതിനാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് അനുഷ്ഠിക്കുക. ബ്രഹ്മചര്യം, വേദം പഠിക്കുക, ഈ ബ്രഹ്മത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത ചെയ്യുക, മറ്റ് മൈഥുനാദികളിൽ നിന്ന് പിന്തിരിയുക. അഷ്ടവിധ മൈഥുനങ്ങളുണ്ട്, അതിൽ നിന്നെല്ലാം പിൻവലിഞ്ഞിരിക്കുക. അനാവശ്യമായിട്ടുള്ള വിഷയ ചിന്തകൾ, സ്ത്രീകളുമായിട്ടുള്ളതായിട്ടുള്ള സംഘം ഒക്കെ ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ബ്രഹ്മചര്യം എന്നുള്ളതിൻ്റെ ഒരു വ്യാഖ്യാനം. ഇപ്പോൾ ബ്രഹ്മചര്യം. അപരിഗ്രഹം. അപരിഗ്രഹം എന്ന് പറഞ്ഞാലോ, പരിഗ്രഹം എന്ന് പറഞ്ഞാൽ പൊസഷൻ. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് കൂട്ടി വയ്ക്കുക, സഞ്ചയിച്ച് വയ്ക്കുക, അതാണ് പരിഗ്രഹം. അതിൻ്റെ ഓപ്പോസിറ്റ് അപരിഗ്രഹം. ആവശ്യമില്ലാത്തതും അത്യാവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതിനെയൊക്കെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതൊക്കെ അവർക്ക് വിതരണം ചെയ്യുക. ഒന്നും തൻ്റെ വശത്ത് പൊസഷൻ ആക്കിയിട്ട് ഇത് എൻ്റേത് പറഞ്ഞിട്ട് കൂട്ടി വയ്ക്കാതിരിക്കുക. അതിന് പേരാണ് അപരിഗ്രഹം. അപ്പോൾ ഈ 5 ഘടകങ്ങളോട് കൂടിയതാണ് എന്ത്? യമം. ഈ യമം അഭ്യസിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കണം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിച്ച് അരുതാത്തത് ചെയ്യാതെ പ്രാക്ടീസ് ചെയ്ത് മനസ്സിനൊരു നിഷ്കളങ്കത ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ പേരാണ് യമം എന്ന് പറയുന്നത്. അഷ്ടാംഗ യോഗത്തിലെ ആദ്യത്തെ അംഗമാണ് യമം. അതാണ് ഇവിടെ പറഞ്ഞത്, ബ്രഹ്മചര്യ ദൃഢതാദിബിർ യമൈഹി. ബ്രഹ്മചര്യ ദൃഢത മുതലായ യമങ്ങളെ കൊണ്ട്. തുടർന്ന് ആപ്ലവാദി നിയമൈശ്ച പാവിതാഹ. നിയമൈഹി എന്ന് പറയുന്നുണ്ട്. നിയമൈഹി പാവിതാഹ. പാവിതാഹ സ്വയം പവിത്രീകൃതാഹ, ശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട്. അപ്പൊ എന്താണ് ഇവിടുത്തെ നിയമം? ആപ്ലവാദി നിയമൈഹി എന്ന് പറഞ്ഞു. ആപ്ലവം മുതലായ നിയമങ്ങളെ കൊണ്ട്. വൈരാഗ്യം തന്നെയാണോ അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ രണ്ടും കുറെ കൂടി വിസ്തരിച്ച് വ്യാഖ്യാനിക്കാനുള്ള വിഷയങ്ങളാണ്. സാമ്യമുണ്ട് എന്നേ ഉള്ളൂ. അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതൊക്കെ സഞ്ചയിക്കാതിരിക്കുക. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ രാഗദ്വേഷങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് മനസ്സിൻ്റെ. പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയാണ് വൈരാഗ്യം. ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് പഠിക്കാം. നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ അതിലേക്ക് പോയാൽ പിന്നെ ഏകാഗ്രത പോവും. ഇതെല്ലാം വിഷയങ്ങളൊക്കെ നമുക്ക് വരും, പേടിക്കേണ്ട കേട്ടോ. നിങ്ങൾ ചോദിക്കേണ്ട കാര്യമേ ഇല്ല, ചോദിക്കാതെ തന്നെ പറയുന്ന സ്വഭാവമുള്ള ആളാണ് ഞാൻ. ക്ഷമയോടുകൂടി കേട്ടാൽ എല്ലാറ്റിനും ഉത്തരം കിട്ടും. ഞാൻ തന്നെ എല്ലാം സെൽഫ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. എക്സ്പ്ലെയിനിങ് എന്നുള്ളത് എൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് പേടിക്കുകയോ വേണ്ട. നിങ്ങൾ അപരിഗ്രഹത്തെ അപരിഗ്രഹമായിട്ടെടുക്കുക, വൈരാഗ്യത്തെ വൈരാഗ്യമായിട്ട് നമുക്ക് കാണാം. പിന്നെ വൈരാഗ്യം അവിടെ നിൽക്കട്ടെ, അപരിഗ്രഹം അവിടെ നിൽക്കട്ടെ. എന്താണ് അപരിഗ്രഹം എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ വൈരാഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ വൈരാഗ്യത്തെക്കുറിച്ച് പറയാം. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഒരു വിഷയമാണ്. മനസ്സിലായ? ഇപ്പോൾ പറഞ്ഞു വന്നത്
ആപ്ലവാദി നിയമയിശ്ച പാവിതാഹ. ആപ്ലവം എന്ന് പറഞ്ഞാൽ മുങ്ങിക്കുളിക്കുക എന്നാണ്. പ്ലവിക്കുക എന്ന് പറഞ്ഞാൽ നനയുക, മുങ്ങുക, മുഴുകുക എന്നൊക്കെ അർത്ഥമുണ്ട്. ആപ്ലവം ആസമന്താത് പ്ലവം, നന്നായി മുഴുകുക. അപ്പോൾ കുളി ആണ് ഇവിടുത്തെ അന്നത്തേക്ക് കാലത്ത് മുങ്ങിക്കുളിക്കൽ തന്നെയാണ്, ബാത്റൂം കുളിയല്ല പണ്ട്. അപ്പോൾ കുളി മുതലായത് കൊണ്ട് എന്നർത്ഥമാണ്. അതെന്താ അവിടെ കുളി എന്ന് പറഞ്ഞത്? ശൗചം എന്ന് പറഞ്ഞ് നിയമത്തിൽ ഒരു അംഗമുണ്ട്. ശൗചം ശൗചം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ശുദ്ധിക്ക് വേണ്ടതായിട്ടുള്ള കുളി മുതലായത്. അതുപോലെ ശൗചത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗൃഹശുദ്ധിയുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രശുദ്ധിയുണ്ട്, നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള ഏത് ഉപകരണങ്ങളും ശുദ്ധമായി ഉപയോഗിക്കുക, നമ്മൾ താമസിക്കുന്ന ഗൃഹം ശുദ്ധമാക്കി വെക്കുക, നമ്മുടെ വാക്കുകൾ ശുദ്ധമാക്കുക, പ്രവൃത്തി ശുദ്ധമാക്കുക. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ ശൗചം അഭ്യസിക്കാനുണ്ട്. ശൗചം എന്നുള്ളത് വെറുതെ കുളിച്ചത് കൊണ്ട് മാത്രം ശൗചമായില്ല, അത് മുതലായത് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കുളി മുതലായ ശൗചാദികളെ കൊണ്ട്, നിയമങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു സംസ്കാരമായി മാറണം ശൗചം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ശൗചം ഉണ്ടാകണം. ചില ആളുകൾ നല്ല കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ടാവും, പക്ഷേ പല പ്രവൃത്തിയും അറപ്പുണ്ടാക്കുന്നതായിരിക്കും, അല്ലേ? കാണാൻ നല്ല ടിപ്പ് ടോപ്പായിട്ടുള്ള ആൾ, ജെന്റിൽമാൻ, പക്ഷെ ഭക്ഷണം കഴിക്കാൻ അടുത്തിരിക്കാൻ പറ്റില്ല ചിലപ്പോൾ, അയാളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ. അതുപോലെ ഇപ്പോൾ എന്താ പറയുക, പൈസ എണ്ണുക, പുസ്തകം മറിക്കുക, ഇത് മതി. പുസ്തകം മറിക്കലിൽ ശൗചം വേണം. പല ആളുകളും പുസ്തകം മറിക്കുന്നത് കണ്ടിട്ടില്ലേ? നക്കിയിട്ട് പുസ്തക പേജ് മറിക്കുക. അത് നാരായണീയായാലും വേണ്ടില്ല, ഭാഗവതായാലും വേണ്ടില്ല, ദേവി മഹാത്മായും വേണ്ടില്ല, ഏത് പവിത്രമായിട്ടുള്ള പുസ്തകത്തെയും നക്കി ഇതാക്കും. ഇപ്പോൾ കൊറോണ വന്ന് മാസ്ക് ഇട്ടതുകൊണ്ട് നക്കാൻ നിവൃത്തി ഉണ്ടാവില്ല ചിലയിടത്ത്. ഇപ്പം നക്കിയ കൊറോണ വന്ന് പോവുകയും ചെയ്യും. അപ്പോൾ കറൻസി നോട്ടുകൾ നക്കി തുടയ്ക്കാനുള്ളതല്ല, അതിലൂടെ പകർച്ചവ്യാധികൾ വരും. കാണുന്നവർക്ക് അറപ്പുണ്ടാക്കും. അത് നിങ്ങൾ നക്കിയതായിട്ടുള്ള ഒരു നോട്ടോ, നിങ്ങൾ നക്കിയതായിട്ടൊരു പുസ്തകമോ എനിക്ക് തന്നാൽ ഞാൻ വേണ്ട എന്ന് പറയും, എനിക്കിഷ്ടമല്ല എന്ന് പറയും. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ശൗചം എന്നുള്ള കാര്യത്തിൽ. ഭക്ഷണം വിളമ്പുമ്പോൾ ശൗചം സൂക്ഷിക്കണം. ഞാൻ എവിടെ പോയാലും പറയുന്ന കാര്യമാണ്, എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട കാര്യമാണ്, കാരണം എല്ലാവരും മറന്നുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ്. ഭക്ഷണം വിളമ്പുമ്പോൾ മുട്ടിച്ച് വിളമ്പുക. കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിലേക്കോ ഇലയിലേക്കോ നമ്മൾ മൊത്തത്തിലുള്ളതെന്ന് വിളമ്പി കൊടുക്കുമ്പോൾ ആ വിളമ്പുന്ന സ്പൂണ്, കയ്യിൽ, തവി ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പാത്രത്തിലോ അവർ കഴിക്കുന്ന പദാർത്ഥത്തിലോ കോൺടാക്റ്റ് വരരുത്. ഒരിക്കലും സ്പർശിക്കരുത്. അത് സ്പർശിക്കാതെ ഇട്ട് കൊടുക്കാൻ പഠിക്കണം. അത് ചോറാണെങ്കിലും കറികളാണെങ്കിലും അച്ചാറാണെങ്കിലും പായസമാണെങ്കിലും എന്താണെങ്കിലും കഴിക്കുന്ന ആളുകളുടെ ഇലയിലേക്കോ പാത്രത്തിലേക്കോ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന പദാർത്ഥത്തിലേക്കോ സ്പർശിക്കാതെ ഇട്ടുകൊടുത്ത് ശീലിക്കണം. അതിന്ന് കാണുന്നേയില്ല. എവിടെ പോയാലും ഹോട്ടലുകളിലൊന്നും അത് ട്രെയിനിങ് കൊടുക്കുന്നില്ല, സദ്യ വിളമ്പുന്നിടത്തൊന്നും കാണുന്നില്ല, കാറ്ററിംഗ് കോൺട്രാക്ടേഴ്സൊന്നും അവരുടെ തൊഴിലാളികൾക്ക് അത് പഠിപ്പിക്കുന്നില്ല. ഏത് കല്യാണത്തിന് പോയാലും നമുക്ക് കിട്ടുന്നത് ഈ എച്ചിലാണ്. വല്ലവനും നക്കിയതിൻ്റെ ഇലയിലേക്ക് വിളമ്പിയതിൽ അവൻ മുട്ടിച്ച് വിളമ്പും. അപ്പോൾ മറ്റവൻ നക്കിയതിൻ്റെ അതിൽ മുട്ടിച്ച സ്പൂണുകൊണ്ട് പിന്നെയും ഈ സാധനം ഇട്ടിട്ട് പിന്നെയും നമുക്ക് വീണ്ടും മുട്ടിച്ച് വിളമ്പിത്തരും. നമുക്കത് കഴിക്കാൻ പറ്റുമോ? വൃത്തിയും വെടുപ്പും ശുദ്ധിയും ആചരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അറപ്പുളവാക്കുന്നതാണ് ആ പ്രവൃത്തി. ഇതൊക്കെ ഒരുപാട് ശൗചത്തിൻ്റെ ഭാഗമാണ്. ശൗചം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊറോണ വന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എത്ര സേഫ് ഡിസ്റ്റൻസ് ഓരോ കാര്യത്തിലും പാലിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ പൂർവീകർ അതിനെ പറഞ്ഞു, എച്ചില്, ഉച്ഛിഷ്ടം,
ആ ഉച്ഛിഷ്ടവും എച്ചിലുമൊന്നും തൊട്ടുമുട്ടാൻ പാടുള്ളതല്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ പാത്രങ്ങൾ വളരെ വൃത്തിയാക്കി കഴുകണം. ആ കഴിച്ച സ്ഥലം വൃത്തിയാക്കി വെക്കണം. അതല്ലെങ്കിൽ ഭാവിയിൽ ഹിംസയ്ക്ക് കാരണമാകും അത്. കാരണം നമ്മൾ കഴിച്ചെടുത്ത് ഉടനെ തുടച്ചില്ലെങ്കിൽ അവിടെ ഉറുമ്പും ഈച്ചയും മറ്റു പ്രാണികളും ഒക്കെ വന്നുകൂടും. പിന്നെ നമ്മൾ തുടയ്ക്കാൻ വരുമ്പോഴേക്കും ഇവരെയൊക്കെ കൊന്നിട്ട് വേണം തുടയ്ക്കാൻ. അപ്പോൾ ഏത് പ്രവൃത്തി ചെയ്താലും അവിടെ എന്തെങ്കിലും എച്ചിലോ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റ് ജന്തുക്കൾക്കുള്ളതായിട്ടുള്ള ഏതെങ്കിലും ഉച്ഛിഷ്ടങ്ങൾ അവിടെ വീണിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ശുദ്ധി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ഹിംസയിലേക്ക് നയിക്കും. മാത്രമല്ല അസുഖങ്ങൾക്ക് നയിക്കും. പല അസുഖങ്ങൾക്കും അത് കാരണമായി തീരും. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശൗചം എന്നുള്ള കാര്യത്തിലുണ്ട്. അത് ഏറ്റവും സ്ഥൂലമായ ഏറ്റവും പ്രാരംഭമായിട്ടുള്ള കാര്യമാണ് കുളി എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൻ്റെ വൃത്തി. ആ ശരീരം കുളിച്ചിട്ടില്ലെങ്കിൽ അടുത്ത് വന്നാൽ നാറും. നമ്മുടെ വസ്ത്രം മാറിയിട്ടില്ലെങ്കിൽ വേർപ്പ് നാറ്റം ഉണ്ടാവും. ചില ആളുകളൊക്കെ കുളിച്ചിട്ടുണ്ടാവും, പക്ഷേ തലേ ദിവസത്തെ ഡ്രസ്സ് തന്നെ എടുത്തിട്ടിട്ട് വരും, അല്ലേ? ആണുങ്ങളൊക്കെ ഒരു ഷർട്ട് അയൺ ചെയ്തത് മുതലാക്കണമെങ്കിൽ, ഡ്രൈ ക്ലീൻ ചെയ്തത് മുതലാക്കണമെങ്കിൽ 3 ദിവസമെങ്കിലും മിനിമം ഇടണം. ചിലവർ ഒരാഴ്ചയൊക്കെ ഇടുന്ന ആൾക്കാരുണ്ടാവും. പകൽ മുഴുവൻ ഉടുത്തതിനെ കൊണ്ടുപോയി ഹാങ്ങറിൽ കൊണ്ടുപോയി ഇടും. പിറ്റേ ദിവസവും അത് തന്നെ എടുത്തിട്ടിട്ട് വരും. അതിൻ്റെ കക്ഷത്തിലും കോളറിലും ഒക്കെ വിയർപ്പും ചെളിയും ഒക്കെ ഉണ്ടാവും. അതാരും കാണില്ല, ഒക്കെ മറഞ്ഞിരിക്കും. ആളടുത്തേക്ക് വരുമ്പോൾ നമുക്ക് നാറിയിട്ട് ഛർദ്ദിക്കാൻ വരും. അപ്പോൾ കഴിയുന്നതും വസ്ത്രം ഓരോ ദിവസത്തേക്ക് ഓരോന്ന് വെച്ച് ശുദ്ധമാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് അഭികാമ്യമായിട്ടുള്ളത്. 2 നേരവും മാറ്റാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഒരു നേരമെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒരു വസ്ത്രമെങ്കിലും അത് ശീലമാക്കുക. അതൊക്കെ ശൗചത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് വളരെ ഹൃദ്യമായിട്ടുള്ളൊരു ഭാവം ഉണ്ടാവും. അവരോട് അടുത്ത് പെരുമാറാൻ നമുക്ക് ധൈര്യം ഉണ്ടാവും. അവർ വിളമ്പിത്തരുന്ന ഭക്ഷണം കഴിക്കാൻ നമുക്ക് സന്തോഷം ഉണ്ടാവും. നേരെ മറിച്ച് ഈ ശൗചമില്ലാത്ത സംസ്കാരഹീനന്മാരായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ നമുക്ക് വല്ലാത്തൊരു സങ്കോചം ഉണ്ടാവും, അറപ്പുണ്ടാവും. ഇവരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് എങ്ങനെയാണ് ഞാൻ കഴിക്കുക എന്ന് തോന്നലുണ്ടാവും. പിന്നെ നിർബന്ധിച്ച് വിളിക്കുമ്പോഴൊക്കെ പോകും, ആ ബന്ധം ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നിവൃത്തികേട് കൊണ്ട് നമ്മൾ പോയി കഴിക്കും. മനസ്സുണ്ടായിട്ടല്ല, തൃപ്തിയോട് കൂടിയിട്ടല്ല കഴിക്കുന്നത്. എന്നാൽ ആർക്കാണോ ഈ ശൗചം അതിൻ്റെ എന്താ പറയുക ഏറ്റവും നല്ല രീതിയിലുള്ളത്, അവരുടെ ഗൃഹങ്ങളിൽ പോയാൽ നമുക്ക് ഹൃദ്യമായി ഭക്ഷണം കഴിക്കാൻ പറ്റും, സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റും. അവർ വിളമ്പുന്നതിലും അവർ പാത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതിലും ഡൈനിങ് ടേബിൾ സൂക്ഷിച്ചിരിക്കുന്നതിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ളൊരു പെർഫെക്ഷൻ ഉണ്ടാവും, ഒരു സംസ്കാരം ഉണ്ടാവും. അതാണ് മുഖ്യം, അത് വേണം. ഭംഗിയൊക്കെ രണ്ടാമതാണ്. ഇതവിടെ പറയുന്നു, വൃത്തി തന്നെയാണ് മുഖ്യം. ശൗചമാണ് ഏറ്റവും വലിയ ഭംഗി. ശൗചത്തിൻ്റെ ഭംഗി അതൊരു ഭംഗി തന്നെയാണ്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ശൗചം പാലിക്കാനുണ്ട്. നമ്മുടെ കുട്ടികൾക്കത് പഠിപ്പിച്ചു കൊണ്ടുവരണം, ശീലമാക്കി കൊണ്ടുവരണം. ഈ മറ്റുള്ളവർക്ക് അറപ്പുണ്ടാക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് അവരെ വിരമിപ്പിക്കണം. നമ്മുടെയൊക്കെ മുത്തശ്ശിമാർ, മുത്തശ്ശന്മാർ, അമ്മാവന്മാരൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. ഇടത്തെ കൈ കൊണ്ട് ഒന്നും തൊടാൻ സമ്മതിക്കില്ല. നമ്മൾ പപ്പടമൊക്കെ എടുത്ത് ഇടത്തെ കയ്യിൽ പിടിച്ചാൽ കയ്യിലിട്ടൊരടി കിട്ടും. ഇടത്തെ കൈ കൊണ്ട് പപ്പടം പിടിക്കാൻ പാടില്ല. ഇടത്തെ കൈ ഫ്രീ ആയിരിക്കണം, എപ്പോഴും ശുദ്ധമായിരിക്കണം. എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി വന്നാൽ ഉപയോഗിക്കാനുള്ളതാണ് ഇടത്തെ കൈ, അല്ലാതെ എച്ചിലാക്കാനുള്ളതല്ല. ഇടത്തെ കൈ കൊണ്ട് ഇനി പഴം തൊലിച്ച് കഴിക്കുന്നതിൽ പോലും ശൗചമുണ്ട്. എങ്ങനെയാണ്? ഒരു പഴം തൊലിച്ചിട്ട് അതിനെ നമ്മൾ നേരെ കുരങ്ങന്മാർ വായിലേക്ക് തള്ളുന്ന മാതിരി തള്ളാൻ പാടില്ല.
ആ പഴം തൊലിച്ചിട്ട് അതിൻ്റെ അഗ്രത്തിൽ നിന്ന് നമ്മുടെ വായിൽ കൊള്ളുന്ന ചെറിയൊരു കഷ്ണമായിട്ട് നമ്മുടെ വലത്തെ കൈ അതിനു മുമ്പ് ശുദ്ധമാക്കിയിരിക്കണം. കൈ ശുദ്ധമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തള്ളേണ്ടി വരുന്നത്. ഈ വലത്തെ കൈ കഴുകിയിട്ട് അതുകൊണ്ട് നുള്ളിയെടുത്ത് വായിലേക്ക് ഈ കൈയിൻ്റെ അഗ്രങ്ങൾ ചുണ്ടിൽ സ്പർശിക്കാതെ എറിയണം. ഇതാണ് ഈ കൈയ്യ് ചുണ്ടിൽ സ്പർശിക്കാതെ ഇടണം. അടുത്ത കഷ്ണം മുറിച്ചെടുത്ത് അതുപോലെ ചുണ്ടിൽ സ്പർശിക്കാതെ ഇടണം. അതൊരു കലയാണ്, അതൊരു മാനറാണ്. അങ്ങനെയാണ് പഴം കഴിക്കേണ്ടത്. കാരണം ഒരു പഴയേ ഉള്ളൂ. നമ്മൾ കഴിക്കാൻ തുടങ്ങി, ഒരു കഷ്ണം മുറിച്ച് വായിലിട്ടപ്പോഴാണ് അടുത്ത ആൾ വന്നത്. അവരോട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഒരു പഴയേ ഉള്ളൂ കേട്ടോ, നമുക്ക് പങ്കിട്ട് കഴിക്കാമെന്ന് പറയാൻ പറ്റും. എന്താ കാരണം? നമ്മൾ കടിച്ചിട്ടില്ല, നമ്മൾ എച്ചിലാക്കിയിട്ടില്ല. അത് ഓഫർ ചെയ്യാൻ പറ്റും. ഒന്നേ ഉള്ളൂവെങ്കിലും നമുക്ക് പങ്കിട്ട് കഴിക്കാമെന്ന്. ഈ സംസ്കാരമുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ അവർക്കും മടിയുണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ വായിലേക്ക് തള്ളി കയറ്റിയിട്ട് പകുതി കടിച്ചിട്ട് കണ്ണും തുറച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാൾ വന്നതെങ്കിൽ അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ പഴത്തിനെ ഉള്ളിലേക്ക് തള്ളേണ്ടി വരും. ചിലപ്പോൾ ആള് അതോടുകൂടി പണി കഴിയും, തൊണ്ടയിൽ പോയി കുരുങ്ങിയിട്ട്. ഇങ്ങനെ പല കാര്യങ്ങളിലും മാനേഴ്സ് ഉണ്ട്, പല കാര്യങ്ങളിലും മാനേഴ്സ് ഉണ്ട്. അതൊക്കെ ശൗചമാണ്. ഇതൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ പഠിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ പരിഹസിക്കാൻ ആൾക്കാരുണ്ടാവും. പോയി പണി നോക്കാൻ പറയും നമ്മളൊക്കെ. ആര് പരിഹസിച്ചാലും ഇവിടെ ഒരു പ്രശ്നവുമില്ല. പരിഹസിക്കുന്നവരെ നമുക്ക് പരിഹസിക്കാനാവണം. തൻ്റെ ഇടത്തോളം പരിഹസിക്കണം. നമ്മൾ വൃത്തികെട്ടവരേന്ന് വിളിക്കാൻ നമുക്ക് ധൈര്യമായിട്ട്. അവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വേണ്ടി വന്നില്ലേ? കൊറോണ കാലത്ത് പലതും നിയമങ്ങൾ പാലിക്കേണ്ടി വന്നില്ലേ? ഇതൊക്കെ പണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അതാണ് ശൗചം എന്ന് പറഞ്ഞാൽ. അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതൊക്കെ പഠിക്കാനാണ് നമ്മൾ പൂജാദികളൊക്കെ പഠിക്കുന്നത്. എപ്പോഴും വെള്ളം, എവിടെ നോക്കിയാലും വെള്ളം വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഗൃഹങ്ങളിലൊക്കെ. എന്ത് കഴിഞ്ഞാലും കൈ കഴുകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, കാല് കഴുകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാല് കഴുകാനൊന്നും പറ്റില്ല. വീടുകളിൽ ടൈൽസിൽ വഴുക്കി വീഴും. അപ്പം അങ്ങനെ പലതും പഠിക്കാനുണ്ട് ശൗചം എന്നുള്ള പേരിൽ. അപ്പോൾ ആപ്ലവാദി നിയമൈശ്ച പാപിതാഹ. ആപ്ലവം എന്ന് പറഞ്ഞാൽ ശൗചം അഥവാ മുങ്ങിക്കുളി മുതലായതിനെ പറഞ്ഞുകൂടെ. ആ നിയമങ്ങളെ കൊണ്ട് ഞങ്ങൾ ശുദ്ധീകരിച്ചിട്ട്. അപ്പോൾ ആ നിയമം എന്ന് പറഞ്ഞാൽ അതിൽ മറ്റു പല ഘടകങ്ങളും ഉണ്ട്. നിയമങ്ങളിൽ അവനവൻ്റേതായിട്ടുള്ള എന്താ പറയുക നിയമങ്ങൾ: സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, തപസ്, ശൗചം. വേറെ ഒന്നുകൂടി ഉണ്ട്. 5 കാര്യങ്ങളാണ് ഈ നിയമം എന്ന് പറയുന്നതിൽ. തപസ്, ശൗചം, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ഒരു കാര്യം കൂടിയിട്ട് ഓർമ്മ വരില്ല, നാളെ പറയാം. അപ്പോൾ തപസ് എന്ന് പറഞ്ഞാൽ സ്വധർമാനുഷ്ഠാനമാണ് ഒരു നിയമം. നിയമം എന്ന് പറഞ്ഞാൽ നിയമേന ചെയ്യേണ്ടത്, നിശ്ചയേന ചെയ്യേണ്ടത്, വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യേണ്ടതിനെയാണ് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ യു മസ്റ്റ് ഡു, അതാണ് നിയമം. അപ്പോൾ എന്തൊക്കെയാണത്? തപസ് എന്ന് പറഞ്ഞു. തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാട്ടിൽ പോയിട്ട് അഗ്നിയുടെ നടുവിലിരിക്കുന്നതോ വെള്ളത്തിൽ മൂക്കറ്റ് ഇറങ്ങി നിൽക്കുന്നതോ അല്ല തപസ്. ഒറ്റക്കാലിൽ നിൽക്കുന്നതോ അല്ല തപസ്. തപസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്നാണ് തപസ്. തപസ് എന്ന് പറഞ്ഞാൽ സ്വധർമാനുഷ്ഠാനമേവ തപഃ. അവനവൻ്റെ ധർമ്മങ്ങളെ കൃത്യമായി അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും വലിയ തപസ്. ആ തപസ് നമ്മളെ ശുദ്ധീകരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് ചെയ്താൽ നമ്മളുടെ അന്ധകരണത്തിന് എന്തെന്നില്ലാത്തൊരു ശുദ്ധി ഉണ്ടാവും, നിറവുണ്ടാവും, നിഷ്കളങ്കതയുണ്ടാവും. നമുക്ക് ആരിൽ നിന്നും ഒന്നും മറയ്ക്കാനുണ്ടാവില്ല. നമ്മളെപ്പോഴും
തുറന്ന പുസ്തകമായിരിക്കും, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, ഒരു റിഫൈൻഡ് വ്യക്തിത്വമായിരിക്കും. അതാണ് തപസ്. തപസ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ദാറ്റ് വിച്ച് റിഫൈൻസ് എ പേഴ്സൺ. തപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചൂടാക്കുക എന്നാണ്. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങളെ അകറ്റാനാണ് ഒരു വസ്തുവിനെ ചൂടാക്കുക, അല്ലേ? ഏത് വസ്തുവിനെയും ചൂടാക്കിയാൽ അതിൽ അഴുക്കുകളൊക്കെ പോകും, ശുദ്ധമാകും. അപ്പോൾ ഒരു റിഫൈനിങ് പ്രോസസ്സാണ് തപസ്. അപ്പോൾ ഒരു വ്യക്തിയെ റിഫൈൻ ചെയ്യുന്ന ഏത് പ്രയത്നങ്ങളും തപസ്സാണ്. വിദ്യാഭ്യാസം ഒരു തപസ്സാണ്. അറിവ് സമ്പാദിക്കുന്നത് ഒരു തപസ്സാണ്. അവനവൻ്റെ ധർമ്മങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു തപസ്സാണ്. അപ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങളെ യഥാസമയം ചെയ്യുന്നത് ഒരു തപസ്സാണ്. അതുകൊണ്ട് സ്വധർമാനുഷ്ഠാനമേവ തപഃ എന്ന് തപസ്സിന് വലിയൊരു നിർവചനമുണ്ട്. ഒരുപാട് നിർവചനങ്ങളുടെ തപസ്സിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള നിർവചനം സ്വധർമാനുഷ്ഠാനം. അവനവൻ്റെ കർത്തവ്യ കർമ്മങ്ങളെ യഥാസമയം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തപസ്. അപ്പോൾ ഓരോരുത്തരുടെയും കർത്തവ്യ കർമ്മങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഒരു ഡോക്ടറുടെ കർത്തവ്യമല്ല ഒരു കൃഷിക്കാരൻ്റെ കർത്തവ്യം, അതല്ല ഒരു അധ്യാപകൻ്റെ കർത്തവ്യം. ഒരു വിദ്യാർത്ഥിയുടെ കർത്തവ്യമല്ല ഒരു ഗൃഹസ്ഥൻ്റെ കർത്തവ്യം, ഒരു ഗൃഹസ്ഥൻ്റെ കർത്തവ്യമല്ല ഒരു വാനപ്രസ്ഥൻ്റെ, അതല്ല ഒരു സന്യാസിയുടെ കർത്തവ്യം. അപ്പോൾ കർത്തവ്യങ്ങൾ വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്കനുസരിച്ച് മാറിയിരിക്കും. കോമൺ ആയിട്ടുള്ള കർത്തവ്യങ്ങൾ വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് തപസ് എന്ന് പറയുന്നത്. അതുപോലെ തപസ്, ശൗചം, സ്വാധ്യായം. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ എപ്പോഴും താൻ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക, ആത്മീയമായിട്ടുള്ള ശാസ്ത്രങ്ങളെ നിരന്തരം സ്വയം പഠിക്കുക. അതിനാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. അതൊരു നിയമമാണ്. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം എന്ന് വേദം ഉറപ്പിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. സ്വാധ്യായ പ്രവചനങ്ങളിൽ നിന്ന് വീഴ്ച വരുത്തരുത് എന്ന്. അപ്പോൾ സ്വാധ്യായം ഒരു നിയമമാണ്. ഈശ്വര പ്രണിധാനം, ഈശ്വരനെ നമസ്കരിക്കുക, ഈശ്വരനിൽ സമർപ്പിക്കുക. ഹോമം, പൂജ മുതലായ ദൈവീകങ്ങളായ കർമ്മങ്ങൾ, അതാണ് ഈശ്വര പ്രണിധാനം. ജപം, അതൊക്കെ കീർത്തനങ്ങൾ പാടുക, അതൊക്കെ ഈശ്വര പ്രണിധാനത്തിൽ പെടുന്നു. അപ്പം അങ്ങനെ ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾ ഈശ്വര പ്രണിധാനം. അപ്പം ഇതൊക്കെ ഏതിൽ പെടുന്നു? ഇത് നിയമേന ചെയ്യേണ്ടത്, യു മസ്റ്റ് ഡു എന്നുള്ളതായിട്ടുള്ള പട്ടിക. അതാണ് ഇവിടെ ആപ്ലവാദി നിയമൈശ്ച പാവിതാഃ. ആപ്ലവം മുതലായ നിയമങ്ങളെ കൊണ്ട് സ്വയം പാവിതരായിട്ട് കുർമഹേ ദൃഢമമീ സുഖാസനം. യമനിയമം കഴിഞ്ഞാൽ അടുത്ത യോഗ അംഗമാണ് ആസനം. ആസനം എന്ന് പറഞ്ഞാൽ എന്താ നിർവചനം? ആസനം എന്ന് പറഞ്ഞാൽ സ്ഥിരം സുഖം. ആസനം നിങ്ങൾക്ക് സ്ഥിരമായി സുഖമായി ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയ്ക്ക് പേരാണ് ആസനം. അപ്പൊ സ്ഥിരമായി എന്ന് പറഞ്ഞാലോ, ധ്യാനത്തിനൊക്കെ ഇരിക്കുമ്പോൾ കുറച്ചു നേരം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഇരിപ്പിരിക്കാൻ പറ്റണം, ഇളകാതിരിക്കാൻ പറ്റണം. അത് വേദനയൊന്നും ഉണ്ടാക്കാനും പാടില്ല. അതാണ് സുഖം എന്ന് പറഞ്ഞത്. കംഫർട്ടബിളായിട്ട് ഇളകാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നിങ്ങൾക്ക് ആസനജയം ആയി. അപ്പോൾ ഒരു മുഹൂർത്ത സമയം ഇളകാതിരിക്കാൻ സാധിച്ചാൽ ആസനജയം നേടി എന്ന് പറയും. ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 2 നാഴിക അഥവാ 48 മിനിറ്റ്, അതാണ് ഒരു മുഹൂർത്തം. അപ്പോൾ 48 മിനിറ്റ് നേരം ശരീരം അനങ്ങാതെ, കാലും കയ്യൊന്നും ഇളക്കാതെ നിങ്ങൾക്ക് ഒരേ പോസ്ചറിൽ ഇരിക്കാൻ പറ്റിയാൽ ആ പോസ്ചറിൻ്റെ പേരാണ് ആസനം എന്ന്. അത് ഓരോരുത്തർക്ക് അവരവരുടെ ശാരീരിക അവസ്ഥയ്ക്കനുസരിച്ച് ആ പ്രാക്ടീസ് ചെയ്ത് പോസ്ചറിനെ ഒരു എന്താ പറയുക, ബൈ എക്സ്പീരിയൻസ് ഉറപ്പിക്കാം. അഭ്യാസം കൊണ്ട് നിങ്ങൾക്കതിൽ ഉറപ്പ് നേടാം. അപ്പോൾ നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കാം, പത്മാസനത്തിലിരിക്കാം, സ്വസ്തികാസനത്തിലിരിക്കാം, വജ്രാസനത്തിലിരിക്കാം. എന്തായാലും തലകിഴായി നിൽക്കാൻ പാടില്ല. അത് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്നതല്ല, അത് സുഖവുമല്ല. കുറച്ച് നേരത്തേക്കൊക്കെ ശരി. പിന്നെ പല ആസനങ്ങളും നമ്മൾ പഠിക്കുന്നത് മറ്റേ യോഗാസനത്തിലൊക്കെ കുക്കുടാസനം, മയൂരാസനം, ഭുജംഗാസനം എന്നൊക്കെ പറഞ്ഞത് ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്കും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ്. അത് ധ്യാനത്തിനുള്ളതല്ല.
ധ്യാനത്തിനിരിക്കാനുള്ളതായിട്ടുള്ള ആസനങ്ങൾ പ്രത്യേകമായിട്ടുണ്ട്. അത് പത്മാസനം, സ്വസ്തികാസനം, സിദ്ധാസനം, വജ്രാസനം, അതിലൊക്കെ ഇരിക്കാം. വജ്രാസനം എന്ന് പറഞ്ഞാൽ മുട്ടിൽ ഇരിക്കുന്നതാണ്. നമ്മുടെ മുസ്ലിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാനിരിക്കുന്ന ഇരിപ്പിൻ്റെ പേരാണ് വജ്രാസനം. എന്താ അതിനങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, അങ്ങനെ സ്ഥിരമായിട്ട് ഇരുന്ന് നമുക്കൊരു ഇരിപ്പ് ഇത് കിട്ടിയാൽ നമ്മുടെ മനസ്സ് വജ്രം പോലെ കഠിനമാകും. മനസ്സിനെ വജ്രം പോലെ കഠിനമാക്കാനുള്ള ഇരിപ്പാണ് വജ്രാസനം. അങ്ങനെ ഇരുന്നിരുന്ന് നിസ്കരിച്ചിട്ടാണ് അവരുടെ മനസ്സ് കഠിനമായിരിക്കുന്നത്. ഏത് ക്രൂരകൃത്യങ്ങൾ ചെയ്യാനും ഒരു മടിയുമില്ലാതെ കാഠിന്യമുള്ളവരായി തീർന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം നിശ്ചയിച്ചാൽ അതിൻ്റെ അറ്റം വരെ പോകാനുള്ള ഒരു തൻ്റെ ഇടം അവർക്ക് ഉണ്ടാകുന്നത് ഈ നിസ്കാരത്തിൻ്റെ തഴമ്പിലാണ്, അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസിലാണ്. അത് വജ്രാസനം. നമ്മുടെ പൂർവികരും വജ്രാസനത്തിലൊക്കെ ഇരിക്കും. അതിൻ്റെ പേരാണ് വജ്രാസനം. അപ്പോൾ അതിലൊക്കെ ഇരുന്ന് ശീലിക്കാം. പത്മാസനം ഉത്തമം. അപ്പോൾ അതാണ് ഇവിടെ അടുത്ത വരിയിൽ പറയുന്നത്, പങ്കജാദ്യം അഭിവ. പങ്കജാദ്യം എന്ന് പറഞ്ഞാൽ പങ്കജാസനം തന്നെയാണ് പങ്കജാദ്യം. പങ്കജാസനം മുതലായത്, പത്മാസനം മുതലായത്, അഭിവ ഭവൽപരാഹ. ഭവൽപരാഹ അങ്ങയിൽ മനസ്സിരുത്തുന്നവരായിട്ട്, അങ്ങയെ തന്നെ പരമമായി കരുതുന്നവരായിട്ട്, അങ്ങേക്ക് പ്രയോറിറ്റി നൽകുന്നവരായിട്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഈശ്വര ആരാധനയ്ക്കാണ്, ബാക്കിയുള്ളതെല്ലാം രണ്ടാമതാണ്. അപ്പം അങ്ങനെ ഭവൽപരന്മാരായി ഞങ്ങൾ പത്മാസനം മുതലായ സുഖാസനത്തെ അമി വയം ദൃഢം കുർമഹേ, ഞങ്ങൾ ദൃഢമായിട്ട് ചെയ്യാം, ഞങ്ങൾ അനുഷ്ഠിക്കാം എന്നിവിടെ പറയണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ അഷ്ടാംഗയോഗത്തിലെ 3 കാര്യങ്ങൾ ഇതിലെടുത്ത് പറഞ്ഞു: യമം, നിയമം, ആസനം. ഇനി പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നുള്ള 5 അംഗങ്ങളെക്കുറിച്ച് വരും ശ്ലോകങ്ങളിൽ പറയാനിരിക്കുന്നു. അപ്പം 3 കാര്യങ്ങൾ ഈ ശ്ലോകത്തിൽ: ബ്രഹ്മചര്യ ദൃഢതാധിബിർയമൈഹി ആപ്ലവാദി നിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമഭിവാഭവൽപരാഃ. ഇപ്പോൾ 2 ശ്ലോകമേ ആയുള്ളൂ. തുടർന്ന് നാളെ കാണാം. നമുക്ക് അഷ്ടാംഗയോഗത്തിലെ മറ്റ് 5 അംഗങ്ങളെക്കുറിച്ചൊക്കെ നാളെ കാണാം. അതിമനോഹരമായിട്ടുള്ള അഷ്ടാംഗയോഗ സംഗ്രഹമായിട്ടുള്ള ഒരു ദശകമാണ്. ചുരുങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് പോകാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. വൈകുന്നേരം ദേവി മാഹാത്മ്യത്തിൽ കാണാം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. നാളെ നമ്മുടെ ക്ലാസ്സുകൾ ഇതെല്ലാം തുടരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം മനസ്സിൽ വെക്കുക. ശൗചം പ്രത്യേകിച്ച് മനസ്സിൽ വെക്കുക, അനുഷ്ഠിക്കുക, കുട്ടികളെ പഠിപ്പിക്കുക. നമ്മുടെ പ്രവൃത്തികളൊക്കെ ശുദ്ധിയുള്ളതാവട്ടെ. ഹരി ഓം, ഹരി ഓം.